എല്ലാവർക്കും മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. മോർണിംഗ് വൈബ്സ് ഇന്ന് നമ്മൾ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലാണ് ഉള്ളത്. പക്ഷേ നമ്മൾ ഈ ആക്കുളത്ത് നിൽക്കുമ്പോൾ ഒരു അതുല്യ കലാകാരന്റെ ഓർമ്മയിലാണ് നമ്മൾ ഇവിടെ ഇന്ന് പങ്കുവച്ചിരുന്നത്. വേറെ ആരുമല്ല, നമ്മുടെ പ്രിയങ്കരായിരുന്നിട്ടുള്ള കലാഭവൻ മണി. അത് ഓർമ്മയായിട്ട് ഇന്ന് 8 വർഷമാണ്. 2016 മാർച്ച് 6 ഈ ദിവസമായിരുന്നു കലാഭവൻ മണി അന്ന് നമ്മളെല്ലാവരെയും സങ്കടത്തിലാഴ്ത്തി നമ്മെ വിട്ടുപോയത്. ആ മണിയുടെ ഓർമ്മകൾ, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളൊക്കെ ഇന്ന് മോർണിംഗ് വൈബ്സിൽ നമ്മളൊപ്പം പങ്കുചേരും. ഒപ്പം കുറെ അതുല്യ കലാകാരന്മാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. തിരുവനന്തപുരത്തെ ദൃശ്യവേദിയും ഒപ്പം മണിനാഥം ട്രസ്റ്റിലെ അംഗങ്ങളാണ് ഇന്ന് നമ്മോടൊപ്പം തത്സമയം മോർണിംഗ് വൈബ്സിൽ പങ്കെടുക്കുന്നത്. അവർ അവിടെ തയ്യാറാണ്, അവരിലേക്ക് നമ്മൾ എത്തും. അതിനു മുമ്പ് നമ്മൾ ഈ വാർത്തകളുടെ ഒരു അതിവേഗ കാര്യത്തിലേക്ക് പോവുകയാണ്, ഫാസ്റ്റ് ന്യൂസിലേക്ക് പോവുകയാണ്. ഭവ്യ ചേരും ഫാസ്റ്റ് ന്യൂസുമായി. ഗുഡ് മോർണിംഗ് ഭവ്യ. എന്താണെങ്കിലും ഇന്ന് നമ്മൾ കലാഭവൻ മണിയുടെ ഓർമ്മയിൽ നിൽക്കുകയാണ്. ഇന്നത്തെ വൈബ് മുഴുവൻ കലാഭവൻ മണിക്ക് സമർപ്പിക്കുകയാണ് ഭവ്യ. അപ്പം ഒരുപാട് പാട്ടുകളും വർത്തമാനങ്ങളും ഒക്കെ നമ്മൾ മോർണിംഗ് വൈബ്സിൽ നിന്ന് കലാഭവനിയുമായി നിറഞ്ഞു നിൽക്കും. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് വാർത്തകളിലേക്ക് പോകണമല്ലോ. അപ്പോൾ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഫാസ്റ്റ് ന്യൂസ് ആരംഭിക്കാം. തീർച്ചയായും എൽദോ, മണിച്ചേട്ടൻ ഓർമ്മയായിട്ട് 8 വർഷമായി എന്ന് പറയുന്നത് തന്നെ വലിയൊരു അത്ഭുതം. കാരണം അദ്ദേഹം ഇപ്പോഴും നമുക്കൊപ്പമുണ്ട് എന്ന് വിശ്വസിക്കാനാണ് ഓരോ മണി ആരാധകന്മാരും ഇഷ്ടപ്പെടുക. കാരണം അത്രമാത്രം നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കലാഭവൻ മണി എന്ന അതുല്യ പ്രതിഭ. എന്തായാലും അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്കായി നമ്മുടെ ഇന്നത്തെ ആദ്യ ദിവസം മാറ്റിവെച്ചത്, ഈ ദിവസം മാറ്റിവെച്ചത് അല്ലെങ്കിൽ മോർണിംഗ് വൈബ്സ് മാറ്റിവെച്ചത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. എന്തായാലും നമുക്ക് ഫാസ്റ്റ് ന്യൂസ് നോക്കി മടങ്ങിയെത്താം. കൊച്ചി മെട്രോയുടെ 1ാം ഘട്ടത്തിലെ അവസാന സ്റ്റേഷനായ തൃപ്പൂണിത്തുറ ടെർമിനൽ പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. രാവിലെ 10 മണിക്ക് കൽക്കത്തയിൽ നിന്ന് ഓൺലൈനായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മെട്രോ ഫ്ളാഗ് ഓഫ് ചെയ്യുക. ജനപ്രതിനിധികളും വിവിധ വിശിഷ്ട വ്യക്തികളും സ്റ്റേഷനിൽ നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കും. 1.35 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് ആദ്യഘട്ടത്തിലെ അവസാന സ്റ്റേഷൻ നിർമ്മിക്കുന്നത്. ആലുവ മുതൽ തൃപ്പൂണിത്തുറ സ്റ്റേഷൻ വരെ 25 സ്റ്റേഷനുകളിലായി 27.125 കിലോമീറ്റർ ദൈർഘ്യമാണ് കൊച്ചി മെട്രോയുടെ 1ാം ഘട്ടത്തിൽ പിന്നിടുക. ആലുവ മുതൽ തൃപ്പൂണിത്തുറ ടെർമിനൽ വരെ 75 രൂപയാണ് അംഗീകൃത ടിക്കറ്റ് നിരക്ക്. ഇതിൽ 15 രൂപ ഇളവ് അനുവദിച്ചിട്ടുണ്ട്. 4 വർഷത്തിനകം കൊച്ചി മെട്രോ നെടുമ്പാശ്ശേരി വിമാനത്താവളം വരെ ദീർഘിപ്പിക്കാനാകുമെന്ന് KMRL MD ലോക്നാഥ് ബെഹ്റ. വിചാരിച്ചതിലും വേഗത്തിൽ 1ാം ഘട്ടം പൂർണ്ണമായും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 2ാം ഘട്ടം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും ബെഹ്റ ന്യൂസ് 18നോട്. അതിരപ്പള്ളിയിൽ കാട്ടാനാക്രമണത്തിൽ സ്ത്രീ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധം ശക്തം. കോൺഗ്രസ് ഇന്ന് കരിദിനം പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിരപ്പള്ളി വാഴച്ചാൽ വിനോദസഞ്ചാര മേഖലയിൽ ഇന്ന് നിയന്ത്രണം ഏർപ്പെടുത്തി. സഞ്ചാരികളെയും മേഖലയിൽ പ്രവേശിപ്പിക്കില്ല. പ്രതിഷേധങ്ങളെ തുടർന്നാണ് വനവകുപ്പിന്റെ തീരുമാനം. കോഴിക്കോട് കക്കയത്ത് ആളെ കൊന്ന കാട്ടുപോത്തിനെ കണ്ടെത്തി മയക്കുവെടി വയ്ക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവിട്ടു. പ്രശ്നബാധിത പ്രദേശങ്ങളിൽ സംരക്ഷണം ശക്തിപ്പെടുത്തുന്നതിനും കൂടുതൽ വനപാലകരെ ഉൾപ്പെടുത്തുന്നതിനുമുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ഉയർന്ന താപനില കാരണം കാട്ടിൽ നിന്ന് വന്യമൃഗങ്ങൾ പുറത്തുവരാൻ സാധ്യതയുള്ളതിനാൽ വനത്തിൽ പ്രവേശിപ്പിക്കരുതെന്ന് പൊതുജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. കൂടാതെ ഏതെങ്കിലും വന്യമൃഗങ്ങളെ ജനവാസ കേന്ദ്രങ്ങൾക്ക് സമീപം കണ്ടാൽ ടോൾ ഫ്രീ നമ്പറിൽ അറിയിക്കണമെന്നും ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ. വയനാട് പൂക്കോട് കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ അധികൃതരുടെ വീഴ്ച പരിശോധിക്കാൻ സർവകലാശാല 4 സമിതി നിയോഗിച്ചു. ഡീൻ, അസിസ്റ്റന്റ് വാർഡൻ എന്നിവരുടെ വീഴ്ചയാണ് വൈസ് ചാൻസലർ നിയോഗിച്ച സമിതി പരിശോധിക്കുക. അതിനിടെ കോളേജിന് മുന്നിൽ കഴിഞ്ഞ ദിവസം നടന്ന മാർച്ചിനിടെയുണ്ടായ സംഘർഷത്തിൽ സമരക്കാർക്കെതിരെ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തു. സിദ്ധാർത്ഥന്റെ ദുരൂഹ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് പോഷക സംഘടനാ അധ്യക്ഷന്മാർ സംയുക്തമായി നടത്തുന്ന നിരാഹാര സമരം 3ാം ദിവസത്തിലേക്ക്. ഇന്നലെ രാത്രി VM സുധീരൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സെക്രട്ടേറിയറ്റ് നടയിലെ സമരപ്പന്തലിലെത്തി. ഇന്ന് മഹിളാ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ സമരനായകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും. പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് സെക്രട്ടേറിയറ്റ് പരിസരത്ത് കനത്ത സുരക്ഷ. നവകേരള സദസ്സിന്റെ തുടർച്ചയായി ന്യൂനപക്ഷ വിഭാഗങ്ങളുമായുള്ള മുഖ്യമന്ത്രിയുടെ മുഖാമുഖത്തിന് തുടക്കം. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പുരോഗതിയും ഭരണഘടനാ അവകാശങ്ങളും പ്രാതിനിധ്യവും ഉറപ്പുവരുത്തുക എന്നതാണ് ലക്ഷ്യം. ആദ്യഘട്ടമായി മുസ്ലിം വിഭാഗങ്ങളുമായാണ് ഇന്നത്തെ മുഖാമുഖം. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് സംഘടിപ്പിക്കുന്ന ഇൻസാഫ് എന്ന പേരിലുള്ള പരിപാടിയുടെ ഉദ്ഘാടനം രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. തിരുവനന്തപുരത്തെയും കേരളത്തിന്റെയും സമഗ്ര വികസനം ഉറപ്പുവരുത്താനാണ് വോട്ട് തേടുന്നതെന്ന് NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ന്യൂസ് 18നോട്.
തിരുവനന്തപുരത്തിന് മോദിയുടെ ഗ്യാരണ്ടി വികസനമാണെന്നും സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണ് ധനപ്രതിസന്ധിക്ക് വഴിവെച്ചതെന്നും രാജീവ് ചന്ദ്രശേഖർ. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക വൈകും. സ്ഥാനാർത്ഥികളെ 2 ദിവസത്തിനകം തീരുമാനിക്കും. സംസ്ഥാന നേതാക്കൾ കേന്ദ്ര നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തി. ഈരാറ്റുപേട്ട തീവ്രവാദ സാന്നിധ്യമുള്ള മേഖല എന്ന റിപ്പോർട്ട് പോലീസ് തിരുത്തിയതായി മന്ത്രി വി എൻ വാസവൻ. മിനി സിവിൽ സ്റ്റേഷൻ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ സ്ഥലം വിട്ടു നൽകൽ ആകില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ജില്ലാ പോലീസ് മേധാവി നേരത്തെ റിപ്പോർട്ട് നൽകിയത്. അതേസമയം മന്ത്രിയുടെ നിലപാടിനെതിരെ ബിജെപി രംഗത്ത് വന്നു. കാട്ടുപന്നിയെ കണ്ട് ഭയന്നോടി കിണറ്റിൽ വീണ വീട്ടമ്മയെ 1 ദിവസത്തിന് ശേഷം രക്ഷപ്പെടുത്തി. 20 മണിക്കൂറിന് ശേഷമാണ് വീട്ടമ്മയെ രക്ഷപ്പെടുത്തിയത്. അടൂർ പരുത്തിപ്പാറയിൽ എലിസബത്ത് ബാബുവിനെയാണ് ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തിയത്. ഇടവേളയ്ക്ക് ശേഷം സമരം ശക്തമാക്കാൻ തീരുമാനിച്ച് കർഷകർ. ഡൽഹിയിലേക്കുള്ള മാർച്ച് ഇന്ന് പുനരാരംഭിക്കും. രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള കർഷകർ ഡൽഹിയിലേക്ക് എത്തുമെന്ന് ഡൽഹി ചലോ സമരസമിതി നേതാവ് സർവാൻ സിംഗ് പാൻവറും ജഗ്ജിത് സിംഗ് ദലേവലും ആഹ്വാനം ചെയ്തിരുന്നു. ഈ മാസം 10-ന് രാജ്യവ്യാപകമായി ട്രെയിൻ തടയാനും കർഷക സംഘടനകൾ തീരുമാനിച്ചിട്ടുണ്ട്. ഡൽഹി ചലോ സമരത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ പ്രക്ഷോഭം തുടരാനാണ് തീരുമാനം. ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തെരഞ്ഞെടുപ്പിന് മുൻപ് പുറത്തുവരാതിരിക്കാൻ നീക്കവുമായി കേന്ദ്രം. പാർട്ടികൾക്ക് നൽകിയ ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ കൈമാറാൻ സാവകാശം തേടി SBI സുപ്രീംകോടതിയെ സമീപിച്ചു. ജൂൺ 30 വരെ തീയതി നീട്ടിത്തരണമെന്നാണ് SBI ആവശ്യപ്പെട്ടത്. ഈ മാസം അവസാനത്തോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്ന വാർത്തകൾ വരുന്നതിനിടെയാണ് വിവാദമായ ഇലക്ട്രൽ ബോണ്ട് രേഖകൾ സമർപ്പിക്കാൻ SBI സമയം നീട്ടിച്ചോദിച്ചത്. അതേസമയം വിശദാംശങ്ങൾ സമർപ്പിക്കാൻ കോടതി അനുവദിച്ച സമയം ഇന്ന് അവസാനിക്കും. മാധ്യമപ്രവർത്തകൻ ER രാകേഷിന്റെ വോട്ടിൽ വളർന്ന ഇന്ത്യ എന്ന പുസ്തകം ഇന്ന് പുറത്തിറങ്ങും. ജനാധിപത്യ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രമാണ് ഉള്ളടക്കം. തെരഞ്ഞെടുപ്പ് കണക്കുകൾക്കൊപ്പം രാഷ്ട്രീയത്തിലെ അപൂർവ സംഭവങ്ങളും രസകരമായ മുഹൂർത്തങ്ങളും പുസ്തകത്തിലുണ്ട്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് വോട്ടിൽ വളർന്ന ഇന്ത്യയുടെ പ്രസാധകർ മന്ത്രി MP രാജേഷാണ് പുസ്തകം പ്രകാശനം ചെയ്യുന്നത്. KS സേതുമാധവൻ മാധ്യമ പുരസ്കാരം ഇന്ന് വിതരണം ചെയ്യും. KSN സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന മാധവം 2K24 പരിപാടിയിലാണ് പുരസ്കാര വിതരണം. ന്യൂസ് 18 കേരളം സീനിയർ ആങ്കർ KP അഭിലാഷ് മികച്ച അവതാരകനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങും. സിനിമാ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നടൻ പ്രേംകുമാറിന് സമ്മാനിക്കും. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനാണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. മോഡലിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട IPL താരം അഭിഷേക് ശർമ്മയെ ചോദ്യം ചെയ്തു. സൂറത്തിലെ വെസു പോലീസ് സ്റ്റേഷനിലാണ് അഭിഷേക് ശർമ്മ ഹാജരായത്. IPL താരമായ അഭിഷേക് ശർമ്മ സൺറൈസേഴ്സ് ഹൈദരാബാദിന് വേണ്ടിയാണ് കളിക്കുന്നത്. മോഡൽ താന്യ മരിക്കുന്നതിന് മുൻപ് അഭിഷേക് ശർമ്മയ്ക്ക് സന്ദേശങ്ങൾ അയച്ചിരുന്നു. ഇരുവരും തമ്മിൽ ദീർഘനാളത്തെ അടുപ്പമുണ്ടെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള സന്ദേശങ്ങളാണ് അയച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് താരത്തെ ചോദ്യം ചെയ്തത്. ഓക്കെ, അപ്പൊ മോർണിംഗ് വൈബ്സ് വീണ്ടും തിരിച്ചെത്തുകയാണ് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലേക്ക്. ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ ഞാൻ ആദ്യം പറഞ്ഞു, ഇന്ന് കലാഭവൻ മണിയുടെ, നമ്മുടെ പ്രിയങ്കരനായിരുന്ന മണിച്ചേട്ടന്റെ 8ാമത്തെ ഓർമ്മ ദിനമാണ്. അദ്ദേഹം മരിച്ച് 8 വർഷം പിന്നിട്ടു എന്നുള്ളതൊക്കെ ഏറെക്കുറെ അത്ഭുതപ്പെടുത്തുന്നതാണ്. അപ്പോൾ മണിച്ചേട്ടന്റെ ഓർമ്മകളിൽ, മണിച്ചേട്ടന്റെ പാട്ടുകളിൽ, മണിച്ചേട്ടന്റെ കാര്യങ്ങളിലൊക്കെ നമുക്ക് നിൽക്കാം. മണിച്ചേട്ടന്റെ കുടുംബാംഗങ്ങളൊക്കെ നമ്മോടൊപ്പം മോർണിംഗ് വൈബ്സിൽ തത്സമയം ചേരും. അപ്പോൾ മോർണിംഗ് വൈബ്സുമായി നമുക്ക് തുടരാം. ഞാൻ ഇപ്പോൾ മോർണിംഗ് വൈബ്സിൽ ഞാൻ ഒരു കൂട്ടം കലാകാരന്മാരെ പരിചയപ്പെടുത്തുകയാണ്. ആദ്യം ഒരു തിരുവനന്തപുരത്തെ ഒരു കലാകാരനാണ്, ഒരു സംഘാടകനാണ്, ദൃശ്യവേദിയുടെ സംഘാടകൻ, ഉടമസ്ഥനൊക്കെയാണ് ബൈജേട്ടാ. ഈ കലാഭവൻ മണിയുടെ ഒരു പരിപാടിയുമായി നമ്മോടൊപ്പം ചേരണമെന്ന് പറഞ്ഞതും ഒരു കാര്യം പറയട്ടെ. ഇന്നലെ രാത്രി ഇവര് ആനാട് ഒരു പരിപാടി ചെയ്ത് ഉറങ്ങാതെ നമുക്ക് വേണ്ടി വന്ന് ജോയിൻ ചെയ്തതാണ്. അപ്പൊ എല്ലാവരും മുഖത്ത് ഉറക്കക്ഷീണമൊക്കെ ഉണ്ട്. സങ്കടമുണ്ടോ? ഇല്ല, ഒരിക്കലില്ല. ഇതൊരു വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. കാരണം പ്രത്യേകിച്ച് ഒന്ന് മണിച്ചേന്റെ ഓർമ്മ ദിനത്തിൽ ന്യൂസ് 18 കേരളയോടൊപ്പം പങ്കെടുക്കാൻ പറ്റിയത് തന്നെ വലിയൊരു ഭാഗ്യമാണ് നമ്മളെ സംബന്ധിച്ചിട്ട്. ഓക്കെ, അപ്പൊ എങ്ങനെയാ ഈ കലാഭവൻ മണിന്റെ പാട്ടുകളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ വലിയ സ്വീകാര്യത കിട്ടാറുണ്ടോ? തീർച്ചയായിട്ടും. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ന്യൂസ് 18 കേരള ചാനൽ കാണുന്ന പ്രേക്ഷകരോട് ആദ്യമേ തന്നെ തിരുവനന്തപുരം ദൃശ്യവേദി കുടുംബത്തിനുള്ള 1000 ശുഭദിനാശംസകൾ നേരുന്നു. ഒപ്പം ഇന്ന് ഇങ്ങനെ ഈ ഒരു ശുഭദിനത്തില് പ്രത്യേകിച്ച് മണിച്ചേന്റെ ഓർമ്മകൾ ലോകമെമ്പാടുമുള്ള മലയാളികൾ അയവിറക്കുന്ന ഈ ദിവസം തിരുവനന്തപുരം ദൃശ്യവേദി കുടുംബത്തിന് ന്യൂസ് 18 കേരള ചാനലിൽ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ അവസരം ഒരുക്കി തന്ന ന്യൂസ് കേരള ചാനൽ മെമ്പേഴ്സിന് എല്ലാവരോടും ഞങ്ങളുടെ മുഴുവൻ ടീമംഗങ്ങളുടെയും സ്നേഹവും നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നമുക്ക് മണിച്ചേന്റെ ഓർമ്മയിലേക്ക് പോകാമെന്നാണ് കരുതുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെ മണിച്ചേട്ടനായിട്ടൊപ്പം വർക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ടോ?
മണിച്ചേട്ടനോടൊപ്പം അങ്ങനെ ഒരുപാട് വേദികൾ പങ്കിടാൻ പറ്റിയില്ല എങ്കിലും ഞങ്ങളുടെ ആദ്യ കാലഘട്ടത്തിൽ ഒരു 15 വർഷത്തിന് മുമ്പ് മണിച്ചേട്ടന്റെമായിട്ടൊരു വേദി പങ്കിടാനുള്ള ഒരു ഭാഗ്യം ഞങ്ങൾക്ക് ലഭിച്ചു. അന്ന് ഞങ്ങളുടെ പ്രോഗ്രാമിന്റെ ഇനാഗുറേഷന് മണിച്ചേട്ടനാണ് എത്തിയത്. അപ്പൊ അന്നാണ് ആദ്യമായിട്ട് മണിച്ചേട്ടനെ നേരിട്ട് കാണുന്നത്. അതൊരു വലിയൊരു അനുഭവമായിരുന്നു മണിച്ചേട്ടനെ സംബന്ധിച്ച് അന്ന് നേരിട്ട് കാണുന്നത്. കാരണം ഞങ്ങളൊക്കെ എത്രയോ കാലമായിട്ട് കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരു ദിവസമായിരുന്നു അന്ന് സംജാതമായത്. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയൊരു സന്തോഷം അന്നുണ്ടായിരുന്നു. മണിച്ചേട്ടന് കുറച്ചു നേരം സംസാരിക്കാൻ പറ്റി. അപ്പൊ ഞങ്ങൾക്ക് നടൻപാടിന് വേണ്ടുന്ന കുറെ ഉപദേശങ്ങൾ അദ്ദേഹം തരികയുണ്ടായി. ഏതെങ്കിലും ഒരു വേദി വെച്ചിട്ട് വീണ്ടും കണ്ടുമുട്ടാന്ന് പറയുകയും നിങ്ങൾ വിളിച്ചാൽ മതി, ഞങ്ങൾ ഫ്രീ ആണെങ്കിൽ തീർച്ചയായും കൂടെ പങ്കെടുക്കാൻ പറയും, അങ്ങനെ പറഞ്ഞു വിട്ടുപോയ ഒരാളായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു മൊമെന്റിൽ എനിക്ക് അതാണ് അദ്ദേഹത്തെ കുറിച്ച് ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ശരി, അപ്പോൾ യാക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ ഇപ്പൊ എന്റെ അടുത്തും ബൈച്ചേട്ടൻ സംസാരിച്ചു. ബൈച്ചേട്ടൻ മാത്രമായിട്ട് ഒരു വലിയ സംഘമുണ്ട്. ഇതേ കാണുന്നു, ഇവരിങ്ങനെ നിലനിൽക്കുന്നുണ്ട്. നമുക്ക് ഓരോരുത്തരും പരിചയപ്പെട്ടാണ്. ഞാൻ പരിചയപ്പെട്ടോട്ടെ. പേര് രാജി, ഗായികയാണ്. എങ്ങനെയാണ് വിഷ്വല് ഇപ്പൊ തൽക്കാലം കോറസായിട്ട്. ഓക്കെ. പേര് വിനീത. എത്ര നാളായി? 6 വർഷമായി. 6 വർഷമായി. ഓക്കെ. നിങ്ങൾ എല്ലാവരും സ്ഥലമൊക്കെ ആറ്റിങ്ങല്, കൊട്ടാരക്കര. രാജലക്ഷ്മി, വീട് ചാത്തമ്പറ. ഓക്കെ. സജീവ്, നെയ്യാറ്റിങ്കര. നല്ല ഉറക്കശീലുണ്ട് പോകുന്നത് സജീവ്. ഉറങ്ങാത്തതിന്റെ പ്രശ്നമല്ലേ? അതെ. സുജിത്ത്, കായംകുളത്തിനടുത്ത് വള്ളികുന്നതാണ് സ്ഥലം. കായംകുളമാണ്. അതെ. കായംകുളത്തൊക്കെ നാടൻ പാട്ടത്തിൽ സജീവാണോ? തീർച്ചയായും. ആണോ? ഓക്കെ. പേര്? എന്റെ പേര് കുമാർ എന്നാണ്. ഞാൻ കല്ലറയാണ് താമസിക്കുന്നത്. ഞാൻ ദൃശ്യവേദിയിൽ വന്നിട്ട് ഒരു 13 വർഷം കൊണ്ട് ദൃശ്യവേദിയിൽ പാട്ടുകാരനായിട്ടിരിക്കും. കുമാറിന്റെ ഹെയർ സ്റ്റൈൽ തന്നെ ഉണ്ട് കലാകാരന്റെ ലുക്ക്. ഓക്കെ. അപ്പൊ നമ്മൾ ഈ ഉപകരണങ്ങളെ കീബോർഡ് ആർട്ടിസ്റ്റ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം. എല്ലാവരും പുള്ളി ആദ്യം തന്നെ പറഞ്ഞു, അയ്യോ എന്റെ മുന്നിൽ മൈക്കുമായിട്ട് വരలేదు. പേരെന്തായിരുന്നു? ഷൈജു മലമാരി. വീട് മലമാരി. ഓക്കെ. എനിക്ക് പരിചയമില്ലാത്ത കലാകാരന്മാരുടെ നാടാണ് മലമാരി. ഒരുപാട് കലാകാരന്മാരുടെ നാടാണ്. എല്ലാവരും കലാകാരന്മാരാണ്. അതിലൊരു യുവ കലാകാരനാണ് നിൽക്കുന്നത് അല്ലേ? ഓക്കെ. എത്ര നാളെ കീബോർഡായിട്ട്? ഞാൻ 22 വർഷം. 22 വർഷമായോ? ഇപ്പൊ പ്രായം എത്രയുണ്ട്? ഇപ്പം 33. 11ാം വയസ്സിൽ തുടങ്ങി. ഓക്കെ. ചേട്ടൻ? അഗസ്റ്റിൻ നമ്മുടെ മണിനാഥം ട്രസ്റ്റിന്റെ ഒരു അംഗം കൂടിയാണ്. അഗസ്റ്റിനുണ്ട്. പിന്നെ നമ്മുടെ കീബോർഡ് ആർട്ടിസ്റ്റ് ഷിജു, ഒപ്പം തന്നെ നമ്മുടെ റിതംപാടുള്ള അജേഷ്. ഇവർ 3 പേരും മണിനാഥം ട്രസ്റ്റ്, അതായത് ചാരിറ്റബിൾ ട്രസ്റ്റാണ്. അതിന്റെ സന്നദ്ധ പ്രവർത്തനങ്ങളൊക്കെ സജീവമാണ്. മണിനാഥത്തിന്റെ ഒരു പ്രധാന പ്രവർത്തനങ്ങൾ എന്താണ്? നമുക്ക് പാവപ്പെട്ട ആൾക്കാർക്ക് ഇങ്ങനെ സഹായമൊക്കെ ചെയ്യുന്ന അതൊക്കെയാണ്. ശരി. ഓക്കെ. ചേട്ടന്റെ പേര്? എന്റെ പേര് മോഹൻ. ചേട്ടൻ കുറേ വർഷങ്ങളായിട്ട്? ഞാൻ 40 വർഷമായി. 40 വർഷമായി. ഇതെങ്ങനെയാ ഈ ഇതിലേക്ക്? നമ്മുടെ കുടുംബം എല്ലാം കലാകാരന്മാരാണ്. അങ്ങനെ എത്തിയതാണ് അല്ലേ? ശരി. ഓക്കെ. അപ്പൊ റിതംപാടിലുള്ളത് ഇത് അജേഷാണ്. അജേഷുമായിട്ടാണ് നമ്മൾ ആദ്യം ബന്ധപ്പെട്ടത്. അജേഷ് മണിനാഥത്തിന്റെ ഒരു സജീവ പ്രവർത്തനമാണ്. ഫൗണ്ടറാണ്. മണിനാഥൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഫൗണ്ടറാണ്. അത് സ്ഥലം മേൽപ്പാല. മണിനാഥൻ ട്രസ്റ്റ്. അതെ. കാരക്കോണം, കന്യാകുമാരി ഡിസ്ട്രിക്റ്റ് ആണ്. കാരക്കോണത്ത് നിന്നും 1 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ്. കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ മണിക്ക് ഇത്രമാത്രം ആരാധകരുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ജമിനി എന്ന മൂവിയോട് കൂടെയാണ് തമിഴ് ജനത മണിച്ചേട്ടനെ സ്വീകരിച്ചത്. അപ്പൊ അവിടെ എല്ലാവർക്കും അവിടുത്തെ ഈ കലാഭവനിയുടെ പാട്ടുകളൊക്കെ അറിയാം? തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാം. അപ്പൊ ഞാൻ ഏതായാലും മണിനാഥത്തിന്റെ പ്രവർത്തനങ്ങൾ എന്താണ് കാര്യമായിട്ടുള്ളത് ഞാൻ ആദ്യം ചോദിച്ചറിയാം. ഇനി ഞാൻ നമ്മുടെ സൗണ്ട് മിക്സിലേക്ക് ചേട്ടനെ കൂടി ഒന്ന് പരിചയപ്പെടുത്തരുത്. ചേട്ടൻ രാവിലെ തന്നെ അധ്യധ്വാനം ചെയ്തു. ചേട്ടൻ പേര്? എന്റെ പേര് മനോഹരൻ. ഞാൻ പെരിങ്ങടവളയ്ക്ക് അടുത്ത് താമസിക്കുന്നു. ഇതാ ഇരിക്കുന്ന ഇവരൊക്കെ ഇവരുടെ സംഘങ്ങളാട്ടോ. ഒരു കുഞ്ഞു വരെ ഉണ്ട് ഉറക്കം അടച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇവരെല്ലാവരും നമുക്ക് വേണ്ടി എത്തിയതാണ്. അത് രാവിലെ ഈ യാക്കുളം ടൂറിസ്റ്റ് വില്ലേജിലേക്ക് ഞാൻ പറഞ്ഞ പോലെ ഈ ആനാട് നടന്ന പരിപാടി അത് കഴിഞ്ഞിട്ടാണ് അവരെത്തിയത്. അപ്പൊ വൈകിട്ട് നമുക്ക് എവിടെ ഇരിക്കാം. അപ്പൊ നമ്മൾ കലാഭവമണിയുടെ പാട്ടുകളിൽ ഒന്ന് തുടങ്ങിയാലോ ആദ്യം തന്നെ? തീർച്ചയായിട്ടും. കാരണം പ്രേക്ഷകരും ആഗ്രഹിക്കുന്നതായിരിക്കും കൂടുതൽ വർത്തമാനം പറച്ചിലിനേക്കാളും മനുഷ്യന്റെ ഒരു പാട്ടെങ്കിലും കേൾക്കാനായിരിക്കും, പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസത്തിൽ. കാരണം എല്ലാവരും മനുഷ്യന്റെ ആ ഒരു ഓർമ്മയിൽ മുഴുകിയിരിക്കുന്ന ദിവസം. അതിന് പ്രധാന കാരണം കലാഭവൻ മണി എന്ന കലാകാരൻ ഒരിക്കലും നമ്മളെ സങ്കടപ്പെടുത്തിയിട്ടില്ല, മരിച്ച ദിവസം അല്ലാതെ. ബാക്കി എല്ലാ സമയങ്ങളും അദ്ദേഹം നമ്മൾ നമ്മളെ ആനന്ദിപ്പിച്ചിട്ടേ ഉള്ളൂ. തീർച്ചയായിട്ടും. നമ്മുടെ ഓർമ്മയിലും അത് തന്നെയായിരിക്കും. അദ്ദേഹം ഉള്ളിൽ കരഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ എപ്പോഴും ശ്രമിച്ചിട്ടുള്ള കലാകാരനാണ്. അദ്ദേഹം ജീവിതം തന്നെ സാധാരണക്കാർക്ക് വേണ്ടിയും പാവപ്പെട്ടവർക്ക് ഒഴിഞ്ഞു വെച്ചൊരു കലാകാരനാണ്. ഒരു മനുഷ്യസ്നേഹിയായ കലാകാരൻ കൂടിയായിരുന്നു മണിച്ചേട്ടൻ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ദിവസത്തിൽ മണിച്ചേട്ടനെ കുറിച്ചിട്ട് ഒരു 2 വരി പാട്ട് പാടിയതിനു ശേഷം നമുക്ക് കൂടുതൽ വർത്തമാനം പറയാനായിരിക്കും നല്ലത്. ശരി. അപ്പൊ ഏതാണ് ആദ്യം നമുക്ക് വേണ്ടിയുള്ള പാട്ട്? നമുക്ക് ആദ്യത്തെ പാട്ട് മണിച്ചേട്ടനെ കുറിച്ചുള്ള ഒരു ഓർമ്മപ്പാട്ട് തുടങ്ങി. നമുക്ക് എല്ലാവരും മണിച്ചേട്ടനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ആദ്യമായിട്ട് മനസ്സിലേക്ക് ഓടുന്ന ഒരു പാട്ടുണ്ട്, മിന്നാമിനിങ്ങി. അപ്പൊ ആ പാട്ടോടുകൂടി നമുക്ക് തുടങ്ങാവുന്നതാണ്. ആയിക്കോട്ടെ. ആരാണ് പാട്ട് പാടാൻ നമുക്ക് വേണ്ടി? ആ പാട്ട് പാടുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ ഒരു മണിച്ചേട്ടനെ കുറിച്ചുള്ള ഓർമ്മപ്പാട്ട് പാടുന്നതിന് വേണ്ടി കുമാർ തച്ചോണവും അതോടൊപ്പം തന്നെ മിന്നാമിനിങ് എന്ന പാട്ട് പാടുന്നത് സജീവ് പഴമലയുമാണ്. ഓക്കെ. അപ്പൊ
കുമാറാണ് തുടങ്ങുന്നത് ആദ്യം. അതെ, തീർച്ചയായിട്ടും. ഓക്കെ. കാരണം ഞങ്ങളുടെ ഏറ്റവും ആദ്യത്തെ പാട്ടുകാരനാണ്. ഇപ്പൊ ഇവിടെ ഉള്ള ഏറ്റവും സീനിയർ മോസ്റ്റ് ആണ്. പിന്നെ ഞങ്ങളുടെ ലീഡ് സിംഗർ ആണ്. അപ്പൊ അദ്ദേഹം തന്നെ തുടങ്ങുന്നതായിരിക്കും എന്റെ ഔചിത്യം. ഉറപ്പല്ലേ? അപ്പൊ കുമാറിൽ നിന്ന് നമുക്ക് തുടങ്ങാം. തീർച്ചയായും. കുമാര സംഭവമായിട്ട് യാത്ര ചോദിക്കാണ്ട് പോയി മറഞ്ഞില്ലേ, കണ്ണു നിറഞ്ഞു ഞാൻ ആ വാർത്ത കേട്ടില്ലേ, ചാലക്കുടിക്കാരൻ ചങ്ങാതി പോയി മറഞ്ഞില്ലേ, കറുത്ത പൂമുത്ത് കൊഴിഞ്ഞു വീണില്ലേ. വിടുങ്ങേ മിന്നും വിടുങ്ങേ എങ്ങോട്ടാണെങ്ങോട്ടാണി തിടുക്കം നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടെ മിന്നാവിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണെങ്ങോട്ടാണി തിടുക്കം നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടെ നാവിനുങ്ങേ. മഴയത്തും വെയിലത്തും പോകരുതേ നീ നാടിന്റെ വെട്ടം കളയരുതേ, മഴയത്തും വെയിലത്തും പോകരുതേ നീ നാടിന്റെ വെട്ടം കളയരുതേ, നിഴലുപോൽ പറ്റി ഞാൻ കൂടെ നടന്നപ്പോ നിഴലുപോൽ പറ്റി ഞാൻ കൂടെ നടന്നപ്പോ നീ തന്ന കുഞ്ഞു നുറുങ്ങുവെട്ടം മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടെ മിന്നാമിനുങ്ങേ. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഈ കലാഭവൻ മണി മരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മലയാളികൾ ഇങ്ങനെ ഓർത്ത ഒരു പാട്ടാണെന്ന് തോന്നുന്നു മിന്നാമിനിങ്. പിന്നെ അദ്ദേഹത്തിന്റെ പാട്ട്, അദ്ദേഹത്തിന്റെ ആ മൃതശരീരമൊക്കെ വഹിച്ചുകൊണ്ട് ആ വലിയ ജനാവലിയുടെ നടുവിലൂടെ പോകുമ്പോൾ അതിപ്പോഴും ഓർമ്മയുണ്ട്. എല്ലാ ടെലിവിഷൻ സ്ക്രീനിലും ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഈ മ്യൂസിക് ഉണ്ടായിരുന്നു. പുള്ളിയുടെ പേര് ഞാൻ വിട്ടു. സജീവ് പഴമല. ഓക്കെ, ഞാൻ സജീവിനോട് എന്താ നേരിട്ട് ചോദിക്കാം. സജീവിന്റെ പാട്ട് എനിക്ക് ഗംഭീരമായി തോന്നി. സജീവേ ഒരു നിമിഷം വാ. ഈ കലാഭവന്റെ പാട്ടുകൾ ഇഷ്ടമാണോ നേരത്തെ തൊട്ട്? നേരത്തെ തൊട്ടേ മണിച്ചേട്ടന്റെ പാട്ടുകൾ തന്നെ കൂടുതൽ ട്രൈ ചെയ്തിട്ടുള്ളത്. ആണോ? അതിലൊരു താല്പര്യം വരാൻ കാരണം? മണിച്ചേട്ടനോട് അത്രയും ഇഷ്ടമാണ്. മണിച്ചേട്ടന്റെ കൊച്ചിലെ ഫിലിമുകളൊക്കെ കണ്ടും മണിച്ചേട്ടനെ കൂടുതൽ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ അദ്ദേഹത്തിന്റെ സൗണ്ട് ഒരിക്കലും നമുക്ക് അങ്ങനത്തെ പെട്ടെന്ന് ഇമിറ്റേറ്റ് ചെയ്യാൻ കഴിയില്ലല്ലോ. ഇമിറ്റേറ്റ് ചെയ്യാൻ കഴിയില്ല, എന്നാലും ഞാൻ ശ്രമിക്കാറുണ്ട് എല്ലാ പാട്ടിലും. ആണല്ലേ? ഓക്കെ, മിമിക്രി ചെയ്യോ? മിമിക്രി
മിമിക്രി ഫീൽഡിലുണ്ടായിരുന്നു. ആഹാ, എനിക്ക് തോന്നി ഒരു മിമിക്രി കലാകാരനാണെന്ന്. കലാഭവനിൽ ചെയ്യോ? കോമഡി സ്റ്റാർസിലുണ്ടായിരുന്നു. പക്ഷേ മണിച്ചേട്ടന്റെ സൗണ്ട് ചെയ്യാൻ. ഓക്കെ, താങ്ക് യു. അപ്പൊ എന്തായാലും കുമാർജി, ആ ഇൻട്രൊഡക്ഷൻ ഇല്ല, ഓർമ്മ ഗാനം, അത് അതിഗംഭീരമായ ഫുൾ ഫീലിൽ പാടിയിട്ട് വലിയ ഫാനാണോ കലാഭവൻ മണിയുടെ? തീർച്ചയായിട്ടും. കാരണം ഒരിക്കലും നമ്മുടെ മലയാളികൾ ഒരിക്കലും കലാഭവൻ മണി ഒരിക്കലും മറക്കില്ല. കാരണം അത്രയ്ക്ക് നല്ലൊരു പാട്ടുകാരനും നല്ലൊരു അഭിനേതാവും കൂടെയൊക്കെയാണല്ലോ. മാത്രമല്ല പാവപ്പെട്ട മനുഷ്യർ ഒരുപാട് സഹായിക്കുന്ന വലിയ വലിയ ഒരു മനുഷ്യനാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന് ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല. ഇനിയിപ്പം 8 വർഷമായില്ല, ഇപ്പം 80 വർഷം കഴിഞ്ഞാലും ഒരിക്കലും നമ്മൾ മറക്കില്ല. അതാണ് ഈ പറയുന്ന പോലെ എല്ലാവർക്കും ഒരു കലാഭവൻ മണിയുടെ ഒരു ഓർമ്മ, ഒരു തവണയെങ്കിലും അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു കലാഭവൻ മണി ഓർമ്മ എല്ലാവർക്കും ഉണ്ടാകുമെന്ന് തോന്നുന്നു. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബൈച്ചേട്ടാ, ഈ നിങ്ങൾ നാടൻ പാട്ട് മാത്രമല്ലോ ദൃശ്യവേദി എന്ന് പറഞ്ഞാൽ, ഗാനങ്ങളെല്ലാം ഉണ്ടോ? ഇല്ല, നമ്മൾ മെയിനായിട്ട് ചെയ്യുന്ന നാടൻപാട്ടാണ്. നാടൻപാട്ടും അതിന്റെ ദൃശ്യാവിഷ്കാരവുമാണ് പ്രധാനമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. ഓക്കെ, അപ്പൊ അതിൽ ഈ കലാഭവൻ മണിയുടെ നാടൻ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ അത് വേറൊരു എന്താ പറയാ ശാഖയാണ്. അതായത് സാധാ നാടൻ പാട്ടിനും ഉപരിയായിട്ട് അതിൽ വിശപ്പിന്റെ അല്ലെങ്കിൽ പിന്നെ ജീവിതം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. മാത്രമല്ല വളരെ ആനുകാലികമായി കൂടുതൽ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ചുള്ള പാട്ടുകളാണ്. അപ്പൊ അത് വളരെ വ്യത്യസ്തമല്ലേ ഈ നാടൻ പാട്ടുകളുടെ ഒരു? ആണ്, തീർച്ചയായും. കാരണം അതൊരു റെക്കോർഡ് ആകുമ്പോഴത്തേക്കും ഓർക്കസ്ട്രേഷൻ കുറച്ച് കൂടുതലായിരിക്കും. പക്ഷെ നമ്മളിപ്പോ നാടൻ പാട്ട് ഉപയോഗിക്കുന്ന ചെണ്ട തകിലൊക്കെ വെച്ചിട്ട് ആ പാട്ട് ചെയ്യുമ്പോൾ അതിന്റെ പരിമിതിയുണ്ട്. പക്ഷെ ആ പരിമിതികൾ കൊള്ളുന്നതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് ചെയ്യുവാനായിട്ട് നമ്മൾ എല്ലാ വേദിയിലും ശ്രമിക്കാറുണ്ട്. നമ്മളെന്ന് മാത്രമല്ല, ഒട്ടുമിക്ക നാടൻപാട്ട് സമിതിയിൽ അത് തന്നെയാണ് ചെയ്യുന്നത്. കാരണം മണിച്ചേന്റെ പാട്ട് ഒരു പാട്ടെങ്കിലും പാടാത്ത ഒരു നാടൻപാട്ട് വേദി ഉണ്ടാകത്തില്ല. കാരണം നേരത്തെ കുമാർ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം ഓർമ്മയായിട്ട് 8 വർഷമായെങ്കിലും 80 വർഷമായാലും ശരി, മണിച്ചേട്ടൻ നമ്മൾ നാടൻപാട്ടുകാരുടെ മനസ്സിൽ മാത്രമല്ല, ലോകത്തിലെ മലയാളികളുടെ മനസ്സിൽ, നാടൻപാട്ട് ഇഷ്ടപ്പെടുന്ന ഓരോ മലയാളികളുടെ മനസ്സിലും ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കും. അത്രത്തോളം കൊണ്ട് മണിച്ചേട്ടൻ നാടൻപാട്ടിനൊക്കെ സംഭാവന. ഇപ്പൊ നമ്മളെല്ലാവരും നാടൻപാട്ട് സംഘങ്ങൾ തുടങ്ങിയത് തന്നെ മണിച്ചേട്ടന്റെ പാട്ടുകളുടെ വരവോട് കൂടിയിട്ടാണ്. നാടൻപാട്ട് അതാണ്, ഈ നാടൻപാട്ട് സംഘങ്ങൾ ഇത്രമാത്രം സജീവമായത് കലാഭവനിയുടെ ഒരു എൻട്രി വഴിയാണ്. തീർച്ചയായിട്ടും ഇത്രയും ജനകീയനായ ഒരു പാട്ടുകാരൻ വേറെ ഇല്ല. ഇപ്പം എന്റെ ഒരു ചെറുപ്പം, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ കണ്ണിമാങ്ങ പ്രായത്തിൽ അല്ലെങ്കിൽ ഓടന്റെ ഇതൊക്കെ പാടാത്ത പിള്ളേരുണ്ടായിരുന്നില്ല. തീർച്ചയായിട്ടും. കാരണം മനുഷ്യന്റെ പാട്ടിൽ എപ്പോഴും നമ്മൾ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന പാട്ടുകളാണ്. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ജീവിതഗന്ധിയായ പാട്ട്. സാധാരണക്കാരന്റെ ജീവിതം, അവന്റെ ആഗ്രഹം, അവന്റെ അഭിലാഷം, അവന്റെ അഭിവാഞ്ച, ഇതെല്ലാം മനുഷ്യന്റെ പാട്ടിൽ എപ്പോഴും സ്ഫുരിച്ചു. അതുകൊണ്ട് തന്നെ ജനഹൃദയങ്ങൾ അത് ഏറ്റെടുക്കുകയും ചെയ്തു. ശരി. അപ്പൊ എന്തായാലും നമ്മൾ ഈ കലാഭവൻ മണിയുടെ കുടുംബാംഗങ്ങളും കുറച്ചുപേരും നമ്മോടൊപ്പം കലാഭവൻ മണിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടമായിരുന്ന പാടിയുണ്ടല്ലോ, പാടിയിൽ നിന്ന് നമ്മോടൊപ്പം ചേരും. ഞാൻ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് മറ്റൊരു പാട്ട് ആയാലോ? ഏത് പാട്ടാണ്? നമുക്ക് നമ്മുടെ ഒരു പാട്ടുകാരുണ്ട്, സുജിത്ത് ഉബിൻ വള്ളികുന്നം. അപ്പം പുള്ളി ഒരു പാട്ട് മനുഷ്യന്റെ പാട്ട് പാടും. ഓക്കെ, സുജിത്ത് അമ്പരന്ന് നോക്കുന്നു. ഓടിയ പ്രശ്നമുണ്ടോ? കാരണം തൊണ്ട നല്ല അടപ്പുണ്ട്. എങ്കിൽ തന്നെയും ഈ ഒരു മുഹൂർത്തത്തിൽ മനുഷ്യന്റെ 2 വരിയെങ്കിലും പാടിയില്ല എങ്കിൽ അതൊരു മോശമാണ്. വളരെ മുഴുവൻ പാടണമെന്നൊന്നുമില്ല, ഒരു പല്ലവി അനുപല്ലവിയും പാടിയാൽ മതി. ഓക്കെ, ഉണ്ടൊക്കെ പ്രശ്നമൊക്കെ ഉണ്ട്. പക്ഷെ അത് നമുക്ക് മണിച്ചേട്ടന്റെ ഓർമ്മയിൽ ഞങ്ങൾ അങ്ങ് മറക്കും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ആരുമാവാത്ത കാലത്തു ഞാനെന്ന് ഓട്ടി നടന്ന വണ്ടി എന്റെ കുടുംബത്തിൽ പട്ടിണി മാറ്റിയ ദൈവമാണോട്ട വണ്ടി. ആരുമാവാത്ത കാലത്തു ഞാനെന്ന് ഓട്ടി നടന്നു വണ്ടി എന്റെ കുടുംബത്തിൽ പട്ടിണി മാറ്റിയ ദൈവമാണോട്ട വണ്ടി. ആരുമാവാത്ത കാലത്തു ഞാനെന്ന് ഓട്ടി നടന്നു വണ്ടി എന്റെ കുടുംബത്തിൽ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. ൂറിന്റെ നോട്ടിലൂരാപ്പകലില്ലാതെ നെട്ടോട്ടം ഓടിടുമ്പോ ടിക്കർ വലിച്ചെന്റെ കയ്യും നടുവും തളർത്തിയോരോട്ട വണ്ടി. ൂറിന്റെ നോട്ടിലൂരാപ്പകലില്ലാതെ നെട്ടോട്ടം ഓടിടുമ്പോ ടിക്കർ വലിച്ചെന്റെ കയ്യും നടുവും തളർത്തിയോരോട്ട വണ്ടി. ആരുമാവാത്ത കാലത്തു ഞാനിന്ന് ഓട്ടി നടന്നു വണ്ടി എന്റെ കുടുംബത്തിൽ പട്ടിണി മാറ്റിയ ദൈവമാണോട്ട വണ്ടി. ആരുമാവാത്ത കാലത്തു ഞാനൊന്ന് ഓട്ടി നടന്നു വണ്ടി എന്റെ കുടുംബത്തിൽ പട്ടിണി മാറ്റിയ ദൈവമാണോട്ട വണ്ടി.
വടിയെടുക്കും ഒപ്പം കട്ടം കുടിച്ച കാലം പള്ള നിറയ്ക്കാൻ വഴിയില്ലാതന്നു നടന്നൊരു കുട്ടിക്കാലം ഇല്ലുമുറിയ പടിയെടുക്കെന്റെ പണ്ടട്ടം കുടിച്ച കാലോ പള്ള നിറയ്ക്കാൻ വഴിയില്ലാതന്നു നടന്നൊരു കുട്ടിക്കാലോ കഷ്ടപ്പാടു കണ്ട് ദൈവം തന്നെ വിധി മാറ്റി എഴുതിയപ്പോ കഷ്ടപ്പെടുന്ന മനസ്സുകളൊന്നും തിരിച്ചറിയുമെന്നു ഞാൻ കഷ്ടപ്പാടു കണ്ട് ദൈവം തന്നെ വിധി മാറ്റി എഴുതിയപ്പോ കഷ്ടപ്പെടുന്ന മനസ്സുകളൊന്നും തിരിച്ചറിയുമെന്നു ഞാൻ ആരാരുമാവാത്ത കാലത്ത് ഞാനൊന്ന് ഓടി നടന്നു വണ്ടി എന്റെ കുടുംബത്തിൽ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി ആരാരുമാവാത്ത കാലത്ത് ഞാനൊന്ന് ഓടി നടന്നു വണ്ടി എന്റെ കുടുംബത്തിൽ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി ഒയ്യാറേ 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 ഒയ്യറേ ഒയ്യറേ ഒയ്യാറേ 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 ഒയ്യറേ ഒയ്യറേ ഒയ്യാറേ എന്റെ നിറപ്പോൾ കറുത്തൊരു കാര്യം മുഷിഞ്ഞ ചിപ്പായിറക്കി ഒട്ടതടുക്കി വെച്ചത് ഓർത്തു ഞാൻ ഇന്ന് കരഞ്ഞു പോകും എന്റെ നിറമ്പോൾ കറുത്തൊരു കാര്യം മുഷിഞ്ഞ ചുപായിറക്കി ഒട്ടതടുക്കിയിൽ വെച്ചത് ഓർത്തു ഞാൻ ഇന്ന് കരഞ്ഞു പോകും തേച്ചാലും മാറ്റാലും ജീവചരിത്രം മനസ്സിലുമായുമില്ല ചാലക്കൂടിക്കാരൻ ചാലക്കൂടി നാട് വിട്ടങ്ങ് പോകുമില്ല തേച്ചാലും മാറ്റാലും ജീവചരിത്രം മനസ്സിലുമായുമില്ല ചാലക്കൂടിക്കാരൻ ചാലക്കൂടി നാട് വിട്ടങ്ങ് പോകുമില്ല ആരാരുമാവാത്ത കാലത്ത് ഞാനൊന്ന് ഓട്ടി നടന്നു വണ്ടി എന്റെ കുടുംബത്തിൽ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി ആരാരുമാവാത്ത കാലത്ത് ഞാനൊന്ന് ഓട്ടി നടന്നു വണ്ടി എന്റെ കുടുംബത്തിൽ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി ഉയ്യാറേ 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 ഉയ്യറേ ഉയ്യറേ ഉയ്യാറേ 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 ഉയ്യറേ ഉയ്യറേ ഉയ്യാറേ സുജിത്ത് പോലെ സുജിത്തിന്റെ ശബ്ദം എവിടെ പോയെന്ന് പറഞ്ഞേ വയ്യായിരുന്നു തൊണ്ടക്കൊക്കെ നല്ല വിഷയതല്ലേ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഈ പറഞ്ഞല്ലേ മണിയുടെ എഫക്റ്റിൽ അങ്ങ് പാടിയപ്പോൾ അത് ഫുൾ വൈബിൽ വന്നു മണിയോടുള്ള ആ സ്നേഹം മണിച്ചേട്ടനോടുള്ള ആ ഒരു സ്നേഹം മണി എന്ന് പറഞ്ഞ നടനെയാണോ അതോ പാട്ടുകാരാണോ ഇഷ്ടം നടനായ പാട്ടുകാരൻ 2 രൂപയിലുള്ള പൊളിയാണ് നല്ല വല്ലാത്തൊരു മിസ്സല്ലേ തീർച്ചയായും മരിച്ചു അദ്ദേഹത്തിന്റെ മരണം മനുഷ്യനെ വല്ലാതെ വേദനിപ്പിക്കുന്നത് എനിക്ക് തോന്നി കേരളത്തിൽ ഈ പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ മരിക്കുമ്പോൾ നമ്മൾക്ക് ഒരുപാട് പേർ പ്രവർത്തകർ ഇങ്ങുന്നുണ്ട് പക്ഷെ ഒരു ചലച്ചിത്ര രംഗത്തെ ഒരു പ്രതിഭ മരിച്ചിട്ട് ഒരു കേരളം ഒന്നുറങ്ങാൻ തേങ്ങിയത് അന്നാണ് കണ്ടത് 2016 അല്ലേ അത് തോന്നുന്നു അതേക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു രാഷ്ട്രീയ ഉപരി നടന്ന് പറഞ്ഞാൽ നമ്മളിൽപ്പെട്ട ഒരു മണ്ണാണ് അതാണ് ഏറ്റവും മനുഷ്യനെ ഏറ്റവും കൂടുതൽ സങ്കടത്തിലാഴ്ത്തിയത് സാധാരണക്കാരിലാണ് അതാണ് ഓക്കെ അപ്പൊ ഞാൻ എന്താണെങ്കിലും ഇപ്പൊ ദൃശ്യവേദി തിരുവനന്തപുരത്തെ ദൃശ്യവേദി സംഘാംഗങ്ങൾ മണിനാഥൻ ട്രസ്റ്റിലെ അംഗങ്ങൾ കൂടിയുണ്ട് ഇവരിൽ. അപ്പോൾ അവരാണ് നമ്മോടൊപ്പം ചേർന്നത്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ കലാഭവൻ മണിയുടെ പെങ്ങളുടെ മകൻ ചേച്ചിയുടെ മകൻ അവിടെ ഉണ്ട് പാടിയിൽ നിന്ന്. സജിത്ത്, ഗുഡ് മോർണിംഗ്. സജിത്ത് എന്റെ സുഹൃത്തുക്കളുടെ കേട്ടോ. ഞാൻ സജിത്തിന് ഞങ്ങൾ എല്ലാവരും വിളിക്കുന്നത് മണിമാമൻ എന്നാണ്, വേറെ ഒന്നുകൊണ്ടല്ല. കലാഭവൻ മണി സജിത്തിന്റെ മാമനായതുകൊണ്ട് ഞങ്ങളറിയാതെ സജിത്തിനെ വിളിക്കുന്ന പേരാണ് മണിമാമൻ. അപ്പോ സജിത്ത്, ഗുഡ് മോർണിംഗ്. സജിത്ത്, ഇന്നൊരു ഓർമ്മയുടെ ദിവസമാണെന്നറിയാം. എത്രത്തോളം എങ്ങനെയാണ് ഓർത്തെടുക്കുക? മിസ് ചെയ്യുന്നില്ലേ വല്ലാതെ നിങ്ങൾക്ക് ആ മാമനെ? ഇനി ഒപ്പം കൂടെ ആരൊക്കെ ഉണ്ട് എന്നുകൂടി ഒന്ന് പറയണം കേട്ടോ, അവരൊന്ന് പരിചയപ്പെടുത്തും വേണം. കേൾക്കുന്നു. ഹലോ സജിത്ത്, ഞാൻ ചോദിച്ചത് കേട്ടോ? സജിത്ത് പറഞ്ഞോ, സജിത്തിന്റെ കൂടെ ആരൊക്കെയുണ്ട്, വേറെ ആരെങ്കിലും ഉണ്ടോ? എങ്ങനെയാണ് മാമന്റെ ഒരു വിയോഗം എങ്ങനെ ഓർത്തെടുക്കുന്നത്? മിസ് ചെയ്യുന്നില്ല? ഒന്നും പറയാമോ? ഒന്നും കൂടി പറയാമോ എൽദപ്പ? ഒന്നുകൂടി പറയാമോ? ഒന്ന് ക്ലിയർ ആവുന്നില്ല, ഒന്നുകൂടി പറയാമോ?
സജിത്തെ ഇപ്പോൾ ഞാൻ പറയുന്നത് വ്യക്തമാണെന്ന് തോന്നുന്നു. സജിത്തിന് എന്തോ കേൾക്കാനുള്ള ഒരു പ്രശ്നം തോന്നി അല്ലേ? കുഴപ്പമില്ല. സജിത്ത് പാടിയിലല്ലേ ഉള്ളത്, കൂടിക്ക് ആരൊക്കെ ഉള്ളതെന്ന് പരിചയപ്പെടുത്താം. മാമന്റെ ഓർമ്മകളൊന്ന് പങ്കുവെക്കാമോ? സജിത്ത് പറഞ്ഞോ. തീർച്ചയായിട്ടും എൽദപ്പ എന്താ പറയാന്നറിയില്ല. ഇന്ന് മാർച്ച് 6 നമുക്കൊരു 8 വർഷം മുമ്പ് ഭയങ്കര ഒരു നമ്മുടെ മനസ്സിൽ വല്ലാത്തൊരു പ്രശ്നമുള്ള ദിവസം തന്നെയായിരുന്നു അത്. ഇപ്പോൾ 8 വർഷം ആകുന്നു മാർച്ച് 6-ാം തീയതി. എൽദപ്പ സത്യത്തിൽ ആരും ഇല്ല കൂടെ. കാരണം നമ്മളിവിടെ ഒരു വലിയൊരു അനുസ്മരണ ചടങ്ങ് നമ്മളുടെ കുടുംബ ട്രസ്റ്റ് കുന്നശ്ശേരി ആളുടെ കുടുംബത്തിൻ്റെ പേരിലുള്ള ട്രസ്റ്റ് ഉണ്ട്. ആ ഇന്നിവിടെ അനുസ്മരണ പരിപാടി നടത്തുന്നുണ്ട്. എല്ലാവരും അതിൻ്റെ തിരക്കിലാണ്. അപ്പോൾ ഞാൻ മാത്രം വന്നിട്ടുള്ളൂ. മാമനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ടല്ലോ, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അല്ല അത് കുഴപ്പമില്ല, തികയില്ല. എത്ര പറഞ്ഞാലും നമുക്ക് തികയില്ല. ചിലപ്പോ നമുക്ക് പെട്ടെന്ന് സജിത്തെ പ്രേക്ഷകർക്ക് ഒരു കാര്യം പറയണം. സജിത്ത് ഒരു നാടൻ പാട്ട് കലാകാരൻ കൂടിയാട്ടോ. സജിത്ത് ഒരുപാട് വേദികളിൽ നാടൻ പാട്ടുമായിട്ടൊക്കെ പോകുന്നുണ്ട്. സജിത്തെ, ഈ നാടൻ പാട്ടിലേക്കുള്ള ഇഷ്ടമൊക്കെ വന്നത് എങ്ങനെ? മാമൻ വഴിയല്ലേ? മാമൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? മാമൻ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നോ നാടൻ പാട്ട് പാടാനൊക്കെ? തീർച്ചയായിട്ടും. കാരണം മാമൻ പ്രോത്സാഹിപ്പിക്കാന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും ഇങ്ങനെ പാട്ട് പാടുന്ന ആൾ തന്നെ, എല്ലാവരും തന്നെ. അപ്പോൾ നമ്മൾ ഓരോ പരിപാടി ഉണ്ടായാലും, ഇതിപ്പോൾ ചാലക്കുടി പള്ളിയിൽ പെരുന്നാളായാലും, ഇവിടെ അമ്പലത്തിൽ ഉത്സവമായാലും, ഇപ്പോൾ ഓണം വന്നാലും, വിഷു വന്നാലും, ക്രിസ്മസ് ഒക്കെ വന്നാലും ഞങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് കൂടാറുണ്ട്. ഒത്തൊരുമിച്ച് കൂടുന്ന സമയത്ത് എല്ലാവരും പാട്ട് പാടും. അത് ചിലപ്പോൾ നമ്മൾ വൈകുന്നേരം ഒരു രാത്രി ഒരു 9 നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ വെളുപ്പിന് വരെ നിന്ന് പാട്ട് പാടാറുണ്ട്. അത് നമ്മൾ നമ്മുടെ ഒരു മദ്ദളം അങ്ങനെയൊക്കെ പോലെയുള്ള ഒരു ചെണ്ടൊക്കെ വെച്ചിട്ട് ഞങ്ങളെല്ലാവരും പാട്ട് പാടും. ആ പാട്ട് പാടുന്ന സമയത്ത് മണിമാൻ കൂടുതൽ പറയാണ് നാടൻ പാട്ട് കൂടുതൽ പാടാനാണ് പറയാറ്. അപ്പോൾ നമുക്ക് പാടാൻ വേണ്ടി എന്തെങ്കിലും പിച്ചിനോ കാര്യങ്ങളൊക്കെ കുറവുണ്ടെങ്കിൽ തന്നെ അദ്ദേഹം അത് കൃത്യമായിട്ട് പറഞ്ഞുതരും, ഇങ്ങനെയാണ് പാടേണ്ടതെന്ന്. അത് പിന്നെ ആള് നമ്മളെ മാറി നിന്ന് വീക്ഷിക്കും എങ്ങനെയൊക്കെ പാട്ട് പാടണമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ആൾ അത്രയും കഷ്ടപ്പെട്ട് ഈ കലയോട് അത്രയും കഷ്ടപ്പെട്ട് വളർന്നു വന്നൊരു ആളല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയാണ്. പിന്നെ മാമനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോഴും ജനങ്ങൾ ഓരോ ദിവസം ഓരോ ദിവസം ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. പാടി കാണാനായാലും ആളുടെ വായനശാല കാണാനൊക്കെ ആയാലും. വേറെ മനുഷ്യൻ പോയെങ്കിൽ പോലും ഇപ്പോഴും അവിടെ ഒരു ഇങ്ങനെ ആളുകളുടെ ഒരു പ്രവാഹം ഉണ്ടല്ലേ? ഇപ്പോഴും വരുന്നുണ്ട് ഒരുപാട് പേർ. അദ്ദേഹത്തിന്റെ ആ പാടിയും അദ്ദേഹത്തിന്റെ ആ സ്മൃതി മണ്ഡപമൊക്കെ കാണാൻ ഒരുപാട് പേർ ഇപ്പോഴും വരുന്നുണ്ട്. സഹിത്തെ പിന്നെ ഒരുപാട് പേരെന്ന് വെച്ചാൽ, അതായത് ചാലക്കുടി വഴി ആരെങ്കിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ അത് കാസർഗോഡുള്ള ആളുകൾ ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് പോകണം, തിരുവനന്തപുരത്തുള്ള ആൾ കാസർഗോഡ് അല്ലെങ്കിൽ മറ്റു വഴികളിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ ചാലക്കുടിയിൽ വന്ന് കയറി അദ്ദേഹത്തിനെ കണ്ടിട്ട് പോകുള്ളൂ. പലർക്കും പല വികാരങ്ങളാണ് മാമനെ കുറിച്ച് പറയുകയാണെങ്കിൽ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഒരു മകൻ അമ്മ മരിച്ചിട്ട് ഇവിടെ പാടിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആളെ കണ്ടപ്പോൾ ആൾ പറഞ്ഞൊരു കാര്യം, എൻ്റെ അമ്മ മരിച്ച് സ്വർഗത്തിൽ പോയി, എൻ്റെ മണിച്ചേട്ടൻ അവിടെ ഉണ്ടല്ലോ എൻ്റെ അമ്മേനെ നോക്കാൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ മണിമാന ആളുകൾ കാണുന്നത് എങ്ങനെയാണെന്നാണ്. പലരും പല വിധത്തിലാണ്. അത്രയ്ക്കും ഞാൻ പ്രോഗ്രാമിനൊക്കെ പോയ പല സ്ഥലത്തും പലപ്പോഴും പലരും ഒരു ചേച്ചി വന്ന് ആളുടെ ചോര എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കാലിലൊന്ന് വീണെന്നുള്ള. അയ്യോ, ഞാൻ പറഞ്ഞു കാലിൽ പിടിക്കില്ലേ, അത് ഒരിക്കലും. കാരണം നമ്മളൊക്കെ മുതിർന്ന ഒരാളായിരുന്നു. കാരണം അങ്ങനെയാണ് ആളുടെ ചോര എന്ന് പറയുമ്പോൾ ഓരോരുത്തരും നമ്മളെ കാണുന്ന ആ രീതിയിലാണ്. അദ്ദേഹത്തിൻ്റെ പെങ്ങളുടെ മകനായിട്ട് ജനിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ മണിമാവന് സങ്കടപ്പെടുന്നത് ഇഷ്ടമല്ല എൽദപ്പ, അത് അറിയില്ല. ഞാൻ പലപ്പോഴും പല പ്രാവശ്യം നമ്മൾ മീറ്റ് ചെയ്ത സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, സങ്കടപ്പെടുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഒരു മരണം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇപ്പോൾ ഓട്ടോ സ്റ്റാൻഡുകളായാലും ഇപ്പോൾ ഇവിടെ ആയാലും ഒരു ആഘോഷമാക്കിക്കൊണ്ടിരിക്കുകയാണ്. സത്യമല്ലേ എൽദപ്പ അത്? കാരണം ആളത് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് സത്യം.
അവരുടെ മരണം വരെ ഒരു ആഘോഷത്തിലേക്ക് സൈത്ത് എന്താണ് നമ്മള് മറ്റു രീതിയിൽ പറഞ്ഞതല്ല കേട്ടോ അത്. വരാം. സൈത്തിന് ഇന്ന് പെട്ടെന്ന് പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് കാരണം പ്രേക്ഷകരുടെ ഒരുപാട് ഏത് അവിടെ രീതിയില് പരിപാടികളുണ്ട്. ഓർമ്മ ദിനമാണ്, അതിന്റേതായിട്ടുള്ള പ്രവർത്തനമൊക്കെ നടത്തുന്നുണ്ട്. ഞാൻ സൈത്തിലേക്ക് മടങ്ങി വെത്താം. ഞാൻ ഇപ്പൊ എന്നോടൊപ്പം ഈ തിരുവനന്തപുരം ദൃശ്യവേദിയിലെ സംഘാംഗങ്ങളുണ്ട്. സൈത്ത് ഞങ്ങളിങ്ങനെ രാവിലെ മണിച്ചയുടെ പാട്ടുകളൊക്കെയാണ് നിൽക്കുമായിരുന്നു. സൈത്ത് ഒരു 10 നിമിഷം വെയിറ്റ് ചെയ്യുക. ഞാൻ സൈത്തിന് ഉറപ്പായിട്ടും 8 മണിക്കുള്ളിൽ വിടുകയും ചെയ്യാം. അപ്പൊ ഞാൻ വീണ്ടും ഇവരിലേക്ക് ഒന്ന് വരികയാണ്. ഞാൻ ഇപ്പോ കലാഭവൻ മണിയുടെ പെങ്ങളുടെ മകനാണ് സജിത്ത് മാമ്പ്ര. സജിത്ത് ഇതുപോലെ നന്നായി പാട്ട് പാടും, നടൻ പാട്ടുകൾ, പ്രത്യേകിച്ചും മണിച്ചേട്ടന്റെ പാട്ടുകൾ. ഒരു മണിച്ചേട്ടന്റെ പാട്ടിന്റെ അദ്ദേഹത്തിന്റെ സൗണ്ടിന് ഒരു സിമിലാരിറ്റി കൂടിയുണ്ട്. അപ്പോ സജിത്തിന്റെ ഒരു പാട്ട് നമുക്ക് ചോദിക്കാം. അതിനു മുമ്പ് ഇനി നമുക്ക് അടുത്ത എന്താണ് ബേച്ചേട്ടാ നമ്മുടെ ദൃശ്യവേദിയുടെ ഭാഗത്ത് നിന്ന്? തീർച്ചയായിട്ടും ഇപ്പം അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇപ്പൊ ഞങ്ങളിപ്പോ തൊട്ടു മുമ്പ് പാടിയ ഓട്ടോപ്പാട്ട്, ആ ഓട്ടോപ്പാട്ടിലുണ്ട് മണിച്ചേട്ടന്റെ ശരിക്കുള്ള ജീവിതം. ശരിക്കും അദ്ദേഹം ബാല്യകൗമാരത്തിൽ അനുഭവിച്ച ആ യാതനകൾ, ആ ബുദ്ധിമുട്ടുകൾ, ഒരുപക്ഷെ അങ്ങനെ ഒരു ചുറ്റുപാടിൽ നിന്ന് വന്നതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് സാധാരണക്കാരുടെ മനസ്സ് അല്ലെങ്കിൽ അവരുടെ വിഷമം, അവരുടെ വിശപ്പിന്റെ വിളി എന്താണെന്ന് കറക്റ്റായി മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് സത്യം പറഞ്ഞാൽ ഒരു കലാകാരന്റെ ഉപരി ഒരു സിനിമാ നടനായാലും ഒരു നാടൻപാടായാലും അതിലുപരി ആ നാട്ടുകാരും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ കൂട്ടുകാരത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അദ്ദേഹത്തിന്റെ ഈ ഒരു വ്യക്തിത്വം കൊണ്ടാണ്. കാരണം ഒരു സാധാരണക്കാരന്റെ മനസ്സ് പെട്ടെന്ന് വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മനുഷ്യസ്നേഹിയായിട്ടുള്ള ഒരു നിഷ്കളങ്കനായിട്ടുള്ള ഒരു കലാകാരനായിരുന്നു മണിച്ചേട്ടൻ എന്നുള്ള കാര്യം കൂടി ഈ അവസരത്തിൽ ഓർത്തെടുക്കുകയാണ്. അപ്പോൾ എന്തായാലും ഒരു അടുത്തൊരു പാട്ടിലേക്ക് കൂടി പോകാൻ പറ്റുന്നു. നമ്മൾ ഇത്രയും നേരം നമ്മൾ മണിച്ചേട്ടന്റെ പാട്ടുകൾ ആൺശബ്ദത്തിലൂടെയാണ് കേട്ടത്. ഒരു പെൺശബ്ദം കൂടി മണിച്ചേട്ടന്റെ പാട്ട്, കാരണം നമ്മൾ സാധാരണ അങ്ങനെ പെൺശബ്ദം കേൾക്കാറില്ല. ഏറ്റവും അധികം മണിച്ചേട്ടന്റെ ആരാധകര് തീർച്ചയായിട്ടും കരഞ്ഞ് നിലവിളിക്കുന്ന സ്ത്രീകളുണ്ട്. അമ്മമാർ, ഒരുപാട് അമ്മമാർ ഇപ്പോഴും മണിച്ചേട്ടന്റെ ഫോട്ടോ കാണുമ്പോൾ പോലും കരയുന്ന അമ്മമാർ. ഞങ്ങൾ വേദികളിലേക്ക് ചെന്ന് മണിച്ചേട്ടന്റെ പാട്ട് പാടുമ്പോൾ ആ പാടുന്ന ആൾക്കാരെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന അമ്മമാരുണ്ട്. അപ്പോൾ ഒരു വല്ലാത്തൊരു അതൊക്കെ നമുക്കൊരു എത്രത്തോളം നമ്മുടെ മലയാളികൾ മണിച്ചേട്ടനെ സ്നേഹിച്ചിരുന്നു എന്ന് മനസ്സിലാക്കുന്ന കാഴ്ചകളാണ്. തീർച്ചയായിട്ടും അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു പെൺശബ്ദത്തിൽ മണിച്ചേട്ടന്റെ ഒരു പാട്ട്, പ്രത്യേകിച്ചും ഒരുപാട് വേദികളൊന്നും പാടി കേൾക്കാത്തൊരു പാട്ടാണ്, ഒരു പരിഭവ പാട്ട് കൂടിയാണ്. അയ്യോ നാത്തൂനെ എന്ന് പറയുന്ന സദ്യമായ ഒരു പാട്ടുണ്ട്. ആ പാട്ടുമായിട്ട് ഞങ്ങളുടെ പാട്ടുകാരി വിനിത പോത്തങ്കോട് വരികയാണ്. വിനിത പോത്തങ്കോട്, വിനിത വാ, ഓടി വാ. അപ്പോ വിനിത ഇങ്ങനെ മണി ഫാനാണോ? അതെ. മണിച്ചേട്ടന്റെ സിനിമയും ഒക്കെ കാണാറുണ്ടായിരുന്നോ? കാണാറുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി പാട്ട് മണിച്ചേട്ടന്റെ ഓർമ്മയിൽ. ഓക്കെ. എത്ര നാളായി മാമാ വിട്ടുപിരിഞ്ഞിട്ട്, അത്ര നാളായി ഞങ്ങൾ എണ്ണി തുടങ്ങിയിട്ട്, എണ്ണിയാൽ തീരാത്ത ഓർമ്മകൾ തന്നിട്ട്, പാടിയാൽ തീരാത്ത പാട്ടുകൾ തന്നിട്ട്, എങ്ങു പോയി മാമാ എങ്ങു പോയി, എങ്ങു പോയി മാമാ എങ്ങു പോയി, എങ്ങു പോയി മാമാ എങ്ങു പോയി, എങ്ങു പോയി ആരു കൊണ്ടുപോയി. അയ്യോ നാത്തൂനെ ഓർക്കുമ്പോ ഞാൻ വല്ല ഭാഷണം തിന്നു ചാകും തെയ്യന്താര, അയ്യോ നാത്തൂനെ ഓർക്കുമ്പോ ഞാൻ വല്ല ഭാഷണം തിന്നു ചാകും തെയ്യന്താര, അയ്യോ നാത്തൂനെ ഓർക്കുമ്പോ ഞാൻ വല്ല ഭാഷണം തിന്നു ചാകും തെയ്യന്താര, അയ്യോ നാത്തൂനെ ഓർക്കുമ്പോ ഞാൻ വല്ല ഭാഷണം തിന്നു ചാകും തെയ്യന്താര. അക്കരെ നിന്നൊരു മൂന്നാനും വന്നേ, ഇക്കരെ വന്നന്റെ അച്ഛനെ കണ്ട്, ഉണ്ടായ സമ്പാദ്യമൊക്കെയും വിറ്റന്റെ കല്യാണവും കഴിഞ്ഞേ, അതിന്റെ തറവടി എന്നും പറഞ്ഞ് നല്ലൊരു കല്യാണക്കാര്യമുണ്ടാക്കി, ഉണ്ടായ സമ്പാദ്യമൊക്കെയും വിറ്റന്റെ കല്യാണവും കഴിച്ചേ തെയ്യന്താര, അയ്യോ നാത്തൂനെ ഓർക്കുമ്പോ ഞാൻ വല്ല ഭാഷണം തിന്നു ചാകും തെയ്യന്താര, അയ്യോ നാത്തൂനെ ഓർക്കുമ്പോ ഞാൻ വല്ല ഭാഷണം തിന്നു ചാകും തെയ്യന്താര. ചെക്കന് സർക്കാർ ജോലിയതുണ്ട്, മാസം തറുമാനമായിരമുണ്ട് എന്നും പറഞ്ഞെന്റെ അച്ഛനെ പറ്റിച്ച് എന്നെ തരത്തിലാക്കി. ഞാൻ എന്റെ വീട്ടിലിരുന്നു കഴിഞ്ഞ് ഞാൻ എന്റെ കെട്ടിന്റെ വീട്ടിൽ ചെന്നപ്പോ അയലത്തുകാർ പറയുന്നത് കേട്ടു, ഞാൻ ഭാഷണം തിന്നു ചാകും തെയ്യന്താര, അയ്യോ നാത്തൂനെ ഓർക്കുമ്പോ ഞാൻ വല്ല ഭാഷണം തിന്നു ചാകും തെയ്യന്താര, അയ്യോ നാത്തൂനെ ഓർക്കുമ്പോ ഞാൻ വല്ല ഭാഷണം തിന്നു ചാകും തെയ്യന്താര, അയ്യോ നാത്തൂനെ ഓർക്കുമ്പോ ഞാൻ വല്ല ഭാഷണം തിന്നു ചാകും തെയ്യന്താര, അയ്യോ നാത്തൂനെ ഓർക്കുമ്പോ ഞാൻ വല്ല ഭാഷണം തിന്നു ചാകും തെയ്യന്താര, അയ്യോ നാത്തൂനെ ഓർക്കുമ്പോ ഞാൻ വല്ല ഭാഷണം തിന്നു ചാകും തെയ്യന്താര, അയ്യോ നാത്തൂനെ ഓർക്കുമ്പോ ഞാൻ വല്ല ഭാഷണം തിന്നു ചാകും തെയ്യന്താര. ചെക്കന് സർക്കാർ ജോലിയതുണ്ട്, മാസം വരുമാനമായിരമുണ്ട് എന്നും പറഞ്ഞെന്റെ അച്ഛനെ പറ്റിച്ച് എന്നെ തരത്തിലാക്കി. ഞാൻ എന്റെ
തെയ്യന്താരാ അയ്യോ നാത്തൂനെ ഓർക്കുമ്പോ ഞാൻ വല്ല വാസന തിന്നു ചാടും തെയ്യന്താരാ അയ്യോ നാത്തൂനെ ഓർക്കുമ്പോ ഞാൻ വല്ല വാസന തിന്നു ചാടും തെയ്യന്താരാ അയ്യോ നാത്തൂനെ ഓർക്കുമ്പോ ഞാൻ വല്ല വാസന തിന്നു തെയ്യന്താരാ അയ്യോ നാത്തൂനെ ഓർക്കുമ്പോ ഞാൻ വല്ല വാസന തിന്നു ചാടും തെയ്യന്താരാ അയ്യോ നാത്തൂനെ ഓർക്കുമ്പോ ഞാൻ വല്ല വാസന തിന്നു ചാടും തെയ്യന്താരാ അയ്യോ നാത്തൂനെ ഓർക്കുമ്പോ ഞാൻ വല്ല വാസന തിന്നു ചാടും തെയ്യന്താരാ. ഓക്കെ, ഗംഭീര പാടിട്ടോ. മനുഷ്യരുടെ പാട്ടുകൾ ഈ സ്ത്രീ ശബ്ദത്തിൽ അധികം കേൾക്കാറില്ല, അതുകൊണ്ടാണ് അതിന്റെ ഒരു സന്തോഷം അല്ലേ? തെരഞ്ഞെടുത്താണോ ഇങ്ങനെ മണിച്ചേട്ടന്റെ പാട്ട് വേണം എന്നുള്ളത്, അതോ നമുക്ക് വേണ്ടി ചെയ്തതാണോ? സ്ഥിരം ചെയ്യുന്നതാണോ? സ്ഥിരം പാടാറുണ്ട്? ഉണ്ട്. ഓക്കെ ഓക്കെ വിനീത, താങ്ക് യു സോ മച്ച്. ഓക്കെ വിനീത, അപ്പം ഞാൻ അതിനു മുമ്പ് ഞാൻ വീണ്ടും ഈ മണിനാഥൻ ട്രസ്റ്റിന്റെ കാര്യം ആദ്യം തുടക്കത്തിൽ പറഞ്ഞിരുന്നു. അജേഷ് ഈ വൃതംപാടിന്റെ ആളാണ്. ഇപ്പൊ കന്യാകുമാരി ജില്ലയിലാണ് നിങ്ങൾ സജീവമായിട്ട് മണിനാഥൻ ട്രസ്റ്റ് എടുത്ത് പോകുന്നത് അല്ലേ? അപ്പോ എന്താണ് അവസ്ഥ അവിടെ? ആളുകൾക്ക് സഹകരണം ഉണ്ടോ? നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് മണിച്ചേട്ടന്റെ ഓർമ്മ നിലനിർത്താൻ വേണ്ടി? മണിച്ചേട്ടന്റെ ഓർമ്മ നിലനിർത്താൻ മണിച്ചേട്ടന്റെ ജീവിത വഴികളാണ് നമ്മൾ പിന്തുടരുന്നത്. മണിച്ചേട്ടൻ ഒരു ഫ്രെയിമിൽ നിന്നും നമ്മൾ നോക്കുമ്പോൾ ഒരു അഭിനേതാവ് അല്ലെങ്കിൽ ഒരു പാട്ടുകാരൻ എന്നുള്ളതിനേക്കാൾ ഉപരി മണിച്ചേട്ടന്റെ ജീവിത പരിസര ഇടങ്ങളിൽ ജീവിത അനുഭവങ്ങൾ അത്രമേൽ ആഴത്തിലുള്ളതാണ്. പരസഹായം ചെയ്യുക, സഹായം അറിഞ്ഞ് അവരുടെ ഉള്ളങ്ങളിലേക്ക് പോവുക, അവരുടെ ഇടങ്ങളിലേക്ക് എത്തിപ്പെടുക, അല്ലെങ്കിൽ സഹായത്തിന് വേണ്ടി വരുന്നവരെ മനസ്സുകൊണ്ട് സ്വീകരിക്കുക എന്നുള്ളൊരു വലിയൊരു മനസ്സിന് ഉടമയാണ്. ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ചത് ഈ ഫ്രെയിമിൽ നിന്നും മാറി ജീവിക്കുന്ന ഒരു സാധാരണ ഒരു പച്ചയായ ഒരു മനുഷ്യനെയാണ് ഇഷ്ടപ്പെടുന്നത്. ആ ജീവിത രീതികൾ അതിനെ പിന്തുടരുവാനാണ് ഞങ്ങള് മണിച്ചേട്ടൻ മരണപ്പെട്ടതിന് ശേഷം ആ പാത നമുക്കും പിന്തുടരണം എന്ന് കരുതിയാണ് മണിനാഥൻ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന സംഘടന. ഞങ്ങൾ 17 പേരുണ്ട്. 17 കമ്മിറ്റി രജിസ്റ്റേർഡ്. കലാഭവമണിയോടുള്ള ഇഷ്ടം അത് സൗഹൃദ സംഘമായിരുന്നു നേരത്തെ തന്നെ? സൗഹൃദ മണിച്ചേട്ടൻ മരിച്ചതിന് ശേഷം മണിച്ചേട്ടന്റെ പേരിൽ ഒത്തുകൂടിയതാണ് ഈ ഒരു സംഘടന. ചാരിറ്റബിൾ ട്രസ്റ്റായിട്ടാണ് ഗവൺമെന്റിൽ ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതെ, കന്യാകുമാരി ജില്ല. അതെ, തമിഴ്നാട്. കന്യാകുമാരി ജില്ല അവിടെ ഒന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഈ മണിനാഥം ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ്. ഞങ്ങൾ 7 വർഷമായിട്ട് ഇതിന്റെ പ്രവർത്തനങ്ങളിൽ ജാഗരൂകരായിട്ട് ഇപ്പോഴും സജീവമായിട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ ആവശ്യങ്ങളും കന്യാകുമാരിയിൽ മരിക്കുന്നില്ല. ഈ ജാതി മത വർണ്ണ വർഗ വ്യത്യാസങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരു പച്ചയായ മനുഷ്യന്റെ പാട്ടുകൾ എല്ലാവരും ഒരുമയോടുകൂടെ എല്ലാ വീടുകളിലും മുഴങ്ങി കേൾക്കുന്ന ഒരു ശബ്ദമാണ്. ഇന്ന് ഈ ശ്രേണീബദ്ധമായ ഈ ജാതിയും മതവും ഇത്തരത്തില് ഒരു വേർതിരിവ് കാണിക്കുന്ന ഇടങ്ങളിലൊക്കെ അതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഈ ഒരു സ്വരം എല്ലാ വീടുകളുടെ ഉള്ളങ്ങളിലും ഈ ഒരു ശ്രേണിയെ പൊട്ടിത്തെറിപ്പിച്ചുകൊണ്ട് എത്തിക്കുന്നുണ്ട്. തീർച്ചയായും. എന്തായാലും പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകട്ടെ അജേഷ്, എല്ലാവരും ആശംസ. ഞാൻ ഒരിക്കൽ കൂടി ഞാൻ സജിത്തിനെ വിടാൻ വേണ്ടി, സജിത്തിന് ഇന്ന് കൂടുതൽ ഫംഗ്ഷൻസ് ഒക്കെ പോകാനുള്ളതുകൊണ്ടാണ്. കലാഭവൻ മണിയുടെ പെങ്ങളുടെ മകനാണ്. സജിത്തെ കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് വേണ്ടത് സജിത്തിന്റെ അടുത്ത് നിന്നും ഒരു കുഞ്ഞു പാട്ടാണ്. സജിത്ത് നല്ലൊരു പാട്ടുകാരനാണെന്ന് ഞാൻ നേരത്തെ പ്രേക്ഷകരോട് പറഞ്ഞിരുന്നു. അപ്പോൾ സജിത്ത് എനിക്ക് പേഴ്സണലി അറിയാവുന്നതാണ്. ഞങ്ങളുടെ സദസ്സുകളിലൊക്കെ സജിത്തിന്റെ പാട്ട് നിരവധിയായി ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ എന്താണ് സജിത്ത് രാവിലെ പറ്റുന്ന രീതിയിൽ ഒരു 4 വരി മണിച്ചേട്ടന്റെ ഒരു പാട്ട് ഇഷ്ടമുള്ളത്? തീർച്ചയായിട്ടും നമുക്ക് ഇപ്പോൾ ഈ പാടിയുടെ ഉള്ളിൽ നിൽക്കുമ്പോൾ നമുക്ക് പാട്ട് പാടാനുള്ള പാട്ടെന്ന് വെച്ചാൽ മണിമാവൻ്റെ അദ്ദേഹത്തിൻ്റെ അച്ഛനെ കുറിച്ച് ഓർത്തുകൊണ്ട് പാട്ട് പാടിയതാണ് മിന്നാമിനിങ് എന്നൊരു പാട്ട്. ഞാൻ എല്ലാ വേദിയിലും അപ്പൂപ്പിനെ കുറിച്ച് ഓർത്തുകൊണ്ടും മാമനെ കുറിച്ച് ഓർത്തുകൊണ്ടാണ് ഞാൻ ആ പാട്ട് പാടാറുള്ളത്. തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് ആ നാടൻപാട്ട് സംഘത്തിന് വേണ്ടിയിട്ട്. കാരണം നാടൻപാട്ട് സംഘങ്ങളാണ് ഇപ്പോൾ മണിമാവൻ്റെ പാട്ടുകളൊക്കെ വീണ്ടും ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുന്നത്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള നാടൻപാട്ട് കലാസമിതികളെല്ലാം തന്നെ കൂടുതലായിട്ട് പാടുന്നത് മണിമാവൻ്റെ പാട്ടുകളാണ്. അപ്പോൾ അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ഞാൻ ഈ പാട്ട് മിന്നാമിനിങ് പാടാണ്. എത്തിപ്പിടിക്കുവാനെത്തുകില്ലെങ്കിലും എന്നും ഞാൻ ഓർക്കും നിൻ സ്നേഹമെല്ലാം, മിന്നുന്നതെല്ലാം പൊന്നെന്നു കരുതാതെ
നിൻമോഹജാലം ഞാനോ മനിക്കാം. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണീ തിടുക്കം. നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങേ പൊന്നു വിളയുന്ന പാടത്തും നാട്ടിലും നാനായിടത്തും നീ പാറിയില്ലേ. പൊന്നു വിളയുന്ന പാടത്തും നാട്ടിലും നാനായിടത്തും നീ പാറിയില്ലേ. പള്ളിക്കൂടത്തിനകമ്പടിയില്ലാതെ പള്ളിക്കൂടത്തിൻ അകമ്പടിയില്ലാതെ പൊന്നാര പാട്ടു നീ പാടിയില്ലേ. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണീ തിടുക്കം. നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങേ വാ സജിത്ത്, എനിക്ക് പറഞ്ഞാൽ പ്രേക്ഷകർക്കും അതിന്റെ ഒരു സന്തോഷം ഇപ്പൊ പങ്കുവെക്കാനുണ്ടാകും. കാരണം കലാഭവമണിയുടെ കുടുംബത്തിൽ ഇതുപോലെ നാടൻപാട്ട് പാടുന്ന ഒരാൾ കൂടി ഉണ്ടല്ലോ എന്നുള്ള സന്തോഷം. എന്നാലും ഞാൻ സജിത്തിനെ വിടുകയാണ്. സജിത്തിന് ഇനി അവിടുത്തെ നാട്ടിലെ ചാലക്കുടിയിൽ അവിടെ ഒരുപാട് പരിപാടികളുണ്ട്. ഇവർ നടത്തുന്ന സംഘങ്ങളുടെ അനുസ്മരണം ഒക്കെ ഉണ്ട്. അപ്പൊ അതിലേക്ക് വിടുക. എന്തായാലും താങ്ക് യു സോ മച്ച് സജിത്ത് ജോയിൻ ചെയ്തതിന്. ഞാൻ ഒരിക്കൽ കൂടി പ്രേക്ഷകരെ പരിചയപ്പെടുത്താം. ഞങ്ങൾക്ക് മണിമാമനാണ് സജിത്ത്. മണിമാമൻ എന്നുള്ള പേര് വന്നത് എങ്ങനെയാണെന്ന് ഊഹിക്കാമല്ലോ. അപ്പൊ എന്നാലും ഒരുപാട് സന്തോഷം സജിത്ത്. ഞാൻ എന്തായാലും ഒരു ഇടവേളയിലേക്ക് പോകേണ്ട സാഹചര്യമായതുകൊണ്ട് ഒരു ചെറിയ ബ്രേക്കിലേക്ക് പോകുന്നു. മോർണിംഗ് വൈബ്സ് തിരിച്ചെത്തുമ്പോൾ നമ്മോടൊപ്പം തിരുവനന്തപുരത്തുള്ള ഈ സംഘം നമ്മോടൊപ്പം ചേരും. മണിനാഥം ട്രസ്റ്റിന്റെ ആളുകൾ ചേരും. അപ്പോൾ എല്ലാവരിലേക്കും പാട്ടുകളിലേക്ക് വിശേഷങ്ങളിലേക്ക് മടങ്ങിയെത്താം. ഒരു ചെറിയ ഇടവേള. ഓക്കെ, മോർണിംഗ് വൈബ്സിലേക്ക് വീണ്ടും എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മോർണിംഗ് വൈബ്സ് നമ്മൾ പതിവ് പോലെ ഒരു വലിയ വൈബ് തേടി പോയതല്ല. ഞങ്ങളിന്ന് കലാഭവൻ മണിയുടെ ഓർമ്മകളുമായി ഇരിക്കുകയായിരുന്നു. രാവിലെ മുതൽ പാട്ടും വർത്തമാനവും ഒക്കെ ആയിട്ട്. കലാഭവൻ മണി മരിച്ചത് 2016 മാർച്ചിൽ, ഇതേ ദിവസമാണ്, മാർച്ച് 6-ാം തീയതി. അപ്പോൾ 8 വർഷമാകുന്നു മണിച്ചേട്ടൻ നമ്മളോട് വിട വാങ്ങിയിട്ട്. പക്ഷെ ഇപ്പോഴും ആ ഓർമ്മയോടൊന്നും പോയിട്ടില്ല എന്നുള്ളതാണ്. നമ്മളുടെ ഒപ്പം തിരുവനന്തപുരത്ത് നിന്നുള്ള ദൃശ്യവേദി സംഘാംഗങ്ങൾ അവർ നമ്മോടൊപ്പം ചേരുന്നു. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇവർ ഇന്നലെ ലേറ്റ് നൈറ്റ് പാട്ട് പരിപാടി കഴിഞ്ഞിട്ട് ഉറക്കളച്ച് നമുക്ക് വേണ്ടി കലാഭവമണിക്ക് വേണ്ടി നമ്മളൊപ്പം വീണ്ടും ഒത്തുചേർന്നാണ് മോർണിംഗ് വൈബ്സിൽ. അപ്പൊ അവരോടുള്ള സന്തോഷം ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. ഒപ്പം നമ്മോടൊപ്പം ഇപ്പോൾ മണിയുടെ പെങ്ങളുടെ മോനും ചേർന്നിരുന്നു, സജിത്ത്. അപ്പോ ബൈജേട്ടാണ് ഇതിന്റെ പ്രധാന സംഘാടകൻ കേട്ടോ. ബൈജേട്ടാ, ഇനി എന്താണ് നമുക്ക് മണിയുടെ ഓർമ്മ നിലനിർത്താൻ ഭാഗത്തിന്? തീർച്ചയായിട്ടും ഒരു കാര്യം കൂടി പറയുവാനുള്ളത്. ഒരു 7 വർഷം മുമ്പുള്ളൊരു കാര്യമാണ്. ഒരു 7 വർഷം മുമ്പ് നമ്മുടെ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള നാടൻപാട്ടുകാരെ, നാടൻ കലാപ്രവർത്തകർ, നാടൻപാട്ടുകാർ മാത്രമല്ല നാടൻ കലാപ്രവർത്തകരെ സംഘടിപ്പിച്ചുകൊണ്ട് മുരുക്കുമ്പുഴ കേന്ദ്രമാക്കി ഞങ്ങളൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരുന്നു. ഒരു ഏകദേശം ഒരു 600ഓളം ആൾക്കാർ കേരളത്തിൽ അങ്ങോളം ആൾക്കാരിൽ പങ്കെടുത്തു. അപ്പൊ അക്കൂട്ടത്തില് മണിച്ചേട്ടനെയും ഞങ്ങൾ ക്ഷണിച്ചിരുന്നു. വന്നിരുന്നോ? ഇല്ല. അപ്പൊ മണിച്ചേട്ടൻ അന്ന് എന്റെ അടുത്ത് പറഞ്ഞൊരു വാക്കുണ്ട്. മണിച്ചേട്ടൻ പറഞ്ഞതാണ്, കാരണം ഇത്രയും വലിയൊരു സമ്മേളനം നടക്കുന്നിടത്ത് ഞാൻ വരേണ്ടുന്ന കാര്യമുണ്ട്, അതിനെന്താണ് പ്രസക്തി. അപ്പൊ അത്രത്തോളം എളിമയുള്ളൊരു കലാകാരൻ ആയിരുന്നു മണിച്ചേട്ടൻ എന്നുള്ളതാണ് ആ ഒരു വാക്കിൽ നിന്ന് മനസ്സിലായത്. അപ്പൊ ഞാൻ പറയും, തീർച്ചയായിട്ടും ചേട്ടനാണ് ശരിക്കും വരേണ്ടുന്നത്, ചേട്ടൻ്റെ ഉദ്ഘാടനം നടത്തേണ്ടത് എന്ന് പറഞ്ഞാൽ മണിച്ചേട്ടൻ പറഞ്ഞു, എടാ ഞാനിവിടെ നാട്ടിലുണ്ടായിരുന്നു, ഞാൻ ഉറപ്പായിട്ട് ഇതിന് പങ്കെടുത്ത, എനിക്ക് അമേരിക്കയിൽ ഒരു പ്രോഗ്രാം ഉണ്ട്, അതുകൊണ്ട് ഞാൻ അതിൽ കമ്മിറ്റ് ആയിപ്പോയത് കൊണ്ട് മാത്രം ഞാൻ വരുന്നില്ല, അടുത്തെന്ത് കാര്യമുണ്ട് തീർച്ചയായും അറിയിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പൊ അത്രയ്ക്കും ഏതൊരു വ്യക്തിക്കും ഒരു പരിചയവുമില്ലാതെ വളരെ അടുത്ത് ഇടപെടാനും അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാനും പറ്റുന്നിടത്ത് അത്രയും വിശാല മനസ്കനായ ഒരു ആളായിരുന്നു മണിച്ചേട്ടൻ കൂടി ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. അപ്പൊ ഇനി നമുക്ക് വീണ്ടും ഒരു പാട്ടിലേക്ക് കൂടി ഞങ്ങളുടെ പ്രധാനപ്പെട്ട പാട്ടുകാരൻ നേരത്തെ പറഞ്ഞല്ലോ, 13 വർഷം കൊണ്ട് തിരുവനന്തപുരം ദൃശ്യവേദിയുടെ
പാർട്ടിവേദിയെ സജീവമാക്കി നിർത്തിക്കുന്ന കലാകാരനാണ് കുമാർജി. തച്ചോണം. കുമാർ കുമാർ തച്ചോണം. തച്ചോണമാണ് അദ്ദേഹത്തിന്റെ സ്ഥലം. അപ്പൊ തച്ചോണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ അദ്ദേഹം ഇപ്പോൾ ഒരു ശ്രദ്ധേയമായ പാട്ട്, കാരണം ഒരുപക്ഷെ നമ്മുടെ കൊച്ചുമക്കളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന മനുഷ്യന്റെ ഒരു പാട്ടുണ്ട്. അത് ഞങ്ങൾ വേദിയിൽ ഒരുപാട് വൈറലാക്കിയ ഒരു പാട്ട് കൂടിയാണ്. ആ ഒരു കുട്ടിയെ വേദിയിലേക്ക് വിളിച്ചിട്ട് ആ കുട്ടിയുടെ അച്ഛന്റെ പേരൊക്കെ പറഞ്ഞിട്ട് ആ പാട്ട് ഞങ്ങൾ പാടാറുണ്ട്. അപ്പൊ രസകരമായ ഒരു പാട്ടാണ്. അതോടൊപ്പം ഒരുപാട് മക്കൾ ഇഷ്ടപ്പെടുന്ന പാട്ട്. ആ പാട്ടുമായിട്ട് ബാലേട്ടൻ ചെയ്യുന്ന ഒരു പാട്ടാണ്. ആ പാട്ടുമായിട്ട് കുമാർ തച്ചോണ അല്ലേ? ആ ചിരിയാണ് കുമാറിന്റെ ഒരു ഹൈലൈറ്റ്. ഓക്കെ, അപ്പൊ ചെയ്യാം. ഓക്കെ. ബാലേട്ടൻ മോളല്ലേടി, നിന്നെ ഞാൻ ബാല്യത്തിൽ കണ്ടതല്ലേ, നറുനെല്ലിൻ നിറമല്ലേടി, നിന്നെ കാണാൻ എന്തൊരു ചന്താണ്ടേ, ബാലേട്ടൻ മോളല്ലേടി, നിന്നെ ഞാൻ ബാല്യത്തിൽ കണ്ടതല്ലേ, ബാലേട്ടൻ മോളല്ലേടി, നിന്നെ ഞാൻ ബാല്യത്തിൽ കണ്ടതല്ലേ, നറുനെല്ലിൽ നിറമല്ലേടി, നിന്നെ കാണാൻ എന്തൊരു ചന്താണ്ടേ, നറുനെല്ലിൽ നിറമല്ലേടി, നിന്നെ കാണാൻ എന്തൊരു ചന്താണ്ടേ, മോളല്ലേ നിന്നെ ഞാൻ ബാല്യത്തിൽ കണ്ടതല്ലേ, ബാല്യത്തിൽ മോളല്ലേ നിന്നെ ഞാൻ ബാല്യത്തിൽ കണ്ടതല്ലേ, നറുനെല്ലിൽ നിറമല്ലേ നിന്നെ കാണാൻ എന്തൊരു ചന്താടി, നറുനെല്ലിൽ നിറമല്ലേ നിന്നെ കാണാൻ എന്തൊരു ചന്താടി. പാവാടപ്രായത്തില് നമ്മളെന്ന് പാവയ്ക്കത്തോട്ടത്തിലോ, പാവാടപ്രായത്തില് നമ്മളെന്ന് പാവയ്ക്കത്തോട്ടത്തിലോ, കണ്ണൻ ചീരക്കൈയില് നമ്മളെന്ന് മണ്ണപ്പൻ ചുട്ടതല്ലേ, കണ്ണൻ ചീരക്കൈയില് നമ്മളെന്ന് മണ്ണപ്പൻ ചുട്ടതല്ലേ, മോളല്ലേ നിന്നെ ഞാൻ ബാല്യത്തിൽ കണ്ടതല്ലേ, ബാല്യത്തിൽ മോളല്ലേ നിന്നെ ഞാൻ ബാല്യത്തിൽ കണ്ടതല്ലേ, നറുനെല്ലിൽ നിറമല്ലേ നിന്നെ കാണാൻ എന്തൊരു ചന്താടി, നറുനെല്ലിൽ നിറമല്ലേ നിന്നെ കാണാൻ എന്തൊരു ചന്താടി. കുട്ടിറങ്ങും മുടിയിൽ മുക്കുറ്റിപ്പു ചൂടി നടന്നവളാ, കുട്ടിറങ്ങും മുടിയിൽ മുക്കുറ്റിപ്പു ചൂടി നടന്നവളാ, പിച്ചകമാല കുർത്ത് കഴുത്തിലിട്ടൊന്നായി ചേർന്നതല്ലേ, പിച്ചകമാല കുർത്ത് കഴുത്തിലിട്ടൊന്നായി ചേർന്നതല്ലേ, മോളല്ലേ നിന്നെ ഞാൻ ബാല്യത്തിൽ കണ്ടതല്ലേ, ബാല്യത്തിൽ മോളല്ലേ നിന്നെ ഞാൻ ബാല്യത്തിൽ കണ്ടതല്ലേ, നറുനെല്ലിൽ നിറമല്ലേ നിന്നെ കാണാൻ എന്തൊരു ചന്താടി, നറുനെല്ലിൽ നിറമല്ലേ നിന്നെ കാണാൻ എന്തൊരു ചന്താടി. മഞ്ഞൾ കുറി വരച്ചു താളം തുള്ളി നടന്നവളാ, മഞ്ഞൾ കുറി വരച്ചു താളം തുള്ളി നടന്നവളാ, മാതള ചുണ്ടുകൊണ്ട് മുത്തമിട്ടു ഓടി മറഞ്ഞവളാ, മാതള ചുണ്ടുകൊണ്ട് മുത്തമിട്ടു ഓടി മറഞ്ഞവളാ, മോളല്ലേ നിന്നെ ഞാൻ ബാല്യത്തിൽ കണ്ടതല്ലേ, ബാല്യത്തിൽ മോളല്ലേ നിന്നെ ഞാൻ ബാല്യത്തിൽ കണ്ടതല്ലേ, നറുനെല്ലിൽ നിറമല്ലേ നിന്നെ കാണാൻ എന്തൊരു ചന്താടി, നറുനെല്ലിൽ നിറമല്ലേ നിന്നെ കാണാൻ എന്തൊരു ചന്താടി. നിന്നിലോ ഞാനില്ലേടി എന്നിലോ നീയില്ല പൊന്നുമോളെ, നിന്നിലോ ഞാനില്ലേടി എന്നിലോ നീയില്ല പൊന്നുമോളെ, എല്ലാം കഴിഞ്ഞില്ലേടി മണ്ണിലെന്നു എല്ലാം കൊഴിഞ്ഞില്ലേടി, എല്ലാം കഴിഞ്ഞില്ലേടി മണ്ണിലെന്നു എല്ലാം കൊഴിഞ്ഞില്ലേടി, മോളല്ലേ നിന്നെ ഞാൻ ബാല്യത്തിൽ കണ്ടതല്ലേ, ബാല്യത്തിൽ മോളല്ലേ നിന്നെ ഞാൻ ബാല്യത്തിൽ കണ്ടതല്ലേ, നറുനെല്ലിൽ നിറമല്ലേ നിന്നെ കാണാൻ എന്തൊരു ചന്താടി, നറുനെല്ലിൽ നിറമല്ലേ നിന്നെ കാണാൻ എന്തൊരു ചന്താടി. നറുനെല്ലിൽ നിറമല്ലേടി നിന്നെ കാണാ എന്തൊരു ചന്താണ്ടി. അവസാനത്തെ ചിരി വരെ അതിലങ്ങ് കലക്കി. ഗംഭീര ഗംഭീര ഗംഭീര. ഈ ഒരുപാട് ആളുകൾ ഇങ്ങനെ പാടിക്കൊണ്ടിരുന്നൊരു പാട്ടാണ് ഈ പാട്ടേ. കലാഭവൻ മണിയുടെ പാട്ടോർമ്മ പറയുമ്പോ ഈ
സ്പീഡിലുള്ള പാട്ടുകൾ വേണമെന്നൊന്നും ഇല്ല ആളുകൾക്ക്. എല്ലാ ഇപ്പൊ ബാലേട്ടൻ മോഡൽ ലെഡി എന്ന് പറഞ്ഞാൽ നല്ലൊരു റിതമുണ്ട് എന്നതിനപ്പുറത്തേക്ക് ഒരു ഫാസ്റ്റ് സോങ് അല്ലല്ലോ. ഒരിക്കലും ഒരു മെലഡി ടൈപ്പിലുള്ള അതെ, അതും വല്ലാത്ത രീതിയിൽ ഇങ്ങനെ വൈറലാകുന്ന, അല്ലെങ്കിൽ അന്നൊക്കെ കാസറ്റ് ആണെന്ന് തോന്നുന്നു അല്ലെ? തീർച്ചയായിട്ടും കാസറ്റ് തുടങ്ങി CD-യിലേക്ക് വന്നു. അപ്പൊ അങ്ങനെ ആ ഒരു 2-3 കാലഘട്ടം, ഒരു അപ്ഡേഷൻ വന്ന ആ കാലഘട്ടത്തിലെല്ലാം മണിച്ചേട്ടന്റെ പാട്ടുകൾ അപ്പോഴും ഇപ്പോഴും അദ്ദേഹത്തിന്റെ പാട്ട് ഹിറ്റാണ്. കാരണം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ നാടൻ പാട്ട് പാടി വെച്ചതിൽ എല്ലാ പാട്ടുകളും ഹിറ്റാക്കിയ, അല്ലെങ്കിൽ എല്ലാ പാട്ടുകളും ജനങ്ങൾ ഏറ്റെടുത്ത അത് ഒരേയുള്ള പാട്ട് മാത്രമേ, അത് മണിച്ചേട്ടന്റെ പാട്ടുകൾ മാത്രം. ഉറപ്പായിട്ടും അദ്ദേഹത്തിന് കാസറ്റ് ഇറക്കാൻ നോക്കിയിരിക്കുന്നു. തീർച്ചയായിട്ടും ചാലക്കുടിക്കാരൻ ചങ്ങാതി, പിന്നെ ഓടപ്പഴം പോലൊരു പെണ്ണ്, അങ്ങനെ ഒരുപാട് തൂശമ കുന്താരോ, ആദ്യക്കാരിയ തൂശമ കുന്താരോ, അങ്ങനെ ഒരുപാട് ആൽബങ്ങൾ. സത്യം പറഞ്ഞാൽ ഇപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ തങ്ങിയിരിക്കുന്ന പാട്ടുകളാണ്. ഇന്നത്തെ പാട്ടുകൾ നമുക്കറിയാലോ, ഇന്നത്തെ പാട്ടുകൾ നമുക്കൊരു ട്രെൻഡ് സെറ്ററാണ്. നമ്മളൊരു 5-10 ദിവസം കേൾക്കുമ്പോൾ ആ പാട്ട് മനസ്സിൽ മാഞ്ഞു. പക്ഷെ മണിച്ചേട്ടന്റെ പാട്ട് അങ്ങനെ ആയിരുന്നില്ല. ഇന്നും ഇനി നാളെ ആയാലും ശരി അത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കും. അതാണ് മണിച്ചേട്ടന്റെ പാട്ട്. ആ ഒരു വൈബ് അതാണ് മണിച്ചേട്ടന്റെ പാട്ടുകൾ വൈബ്. അതുപോലെ തന്നെ ഇപ്പൊ നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം മണിച്ചേട്ടന്റെ മരണത്തിന് ശേഷം, മണിച്ചേട്ടന്റെ വിയോഗത്തിന് ശേഷം ഒരുപാട് പേര് മണിച്ചേട്ടനെ അനുകരിച്ച് പാടാനായിട്ട് ശ്രമിക്കാറുണ്ട്. പക്ഷേ ഞങ്ങളുടെ അഭിപ്രായത്തിൽ മണിച്ചേട്ടനെ അനുകരിക്കാൻ ആർക്കും പറ്റില്ല. കാരണം അദ്ദേഹത്തിന്റെ അതൊരു പ്രതിഭാസമാണ്. അദ്ദേഹത്തെ അനുകരിക്കാൻ ഒരു മനുഷ്യനെ കൊണ്ടും കഴിയില്ല. അദ്ദേഹത്തിന്റെ പാട്ടുകൾ, അത് അദ്ദേഹത്തിന്റെ ശൈലി, അത് പിന്തുടരാൻ ഇപ്പൊ ഞങ്ങൾ തന്നെ ഇത്രയും പാട്ട് പാടി ഒരിക്കലും മനുഷ്യരുടെ എത്താനോ അല്ലെങ്കിൽ മനുഷ്യന്റെ 7 ഏലത്തൂരെത്താൻ ഞങ്ങൾക്ക് സാധിച്ചില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. കാരണം തീർച്ചയായിട്ടും മണിച്ചേട്ടൻ ഒരു പ്രതിഭാസം തന്നെയാണ്. അദ്ദേഹത്തിന് ഈ ഒരു അവസരത്തിൽ ഓർത്തെടുക്കാനും അദ്ദേഹത്തിന് മുമ്പിൽ ശിരസ നമസ്കരിക്കുകയും ചെയ്യുകയാണ് ഞങ്ങൾ. എന്തായാലും നമ്മൾ ഈ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലാണ്. ആക്കുളം ടൂറിസ്റ്റ് വില്ലേജ് നമ്മൾക്ക് അറിയാം, തിരുവനന്തപുരത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ടൂറിസം സ്പോട്ട് കൂടിയാണ്. അപ്പോൾ ഇവിടെ ആളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പൊ അവരൊക്കെ ഇങ്ങനെ കൗതുകത്തോടെ നോക്കുന്നുണ്ട്. അപ്പൊ എന്താണെങ്കിലും ഈ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ നമ്മോടൊപ്പം ദൃശ്യവേദിയിലെ കലാകാരന്മാരാണ് ചേർന്നത്. ഈ അറുമുഖൻ വെങ്കിടങ്ങുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടുണ്ടായിരുന്നു. ഒരുപാട് നല്ല പാട്ടുകൾ. അറുമുഖൻ വെങ്കിടങ്ങിന് ഒരു പാട്ട് ഏതെങ്കിലും പാടാം? നമ്മളിപ്പോ പാടിയാൽ എനിക്ക് തോന്നുന്നു അറുമുഖൻ വെങ്കിടങ്ങിന്റെ ഒരു പാട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പൊ പാടിയതിൽ മറ്റേ വിനീത പാടിയതാണോ? വിനീത പാടിയതല്ല, ഓട്ടോപാട്ട് വെങ്കിടങ്ങിന്റെ പാട്ടാണ്. ഇത് എന്റെ ഒരു ഊഹമാണ്, എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. പ്രേക്ഷകർ കേട്ടോണ്ടിരിക്കുകയാണ്. എന്റെ ഊഹം അങ്ങനെയാണ്, അറുമുഖൻ വെങ്കിടങ്ങിന്റേതാണെന്ന് തോന്നുന്നു. ഒരുപാട് അതുപോലെ തന്നെ സുബ്രഹ്മണ്യം കക്കാട്ടിരി, അങ്ങനെ ഒരുപാട് പേര് മണിച്ചേട്ടന്റെ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ അത് ഏറ്റവും കൂടുതൽ പാട്ട് എനിക്ക് തോന്നുന്നു ഒരു 80ഓളം പാട്ടുകൾ അറുമുഖൻ വെങ്കിടങ്ങിന്റേതായിട്ട് മണിച്ചേട്ടൻ പാടിയിട്ടുണ്ടെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. എല്ലാ ഹിറ്റുകളായിരുന്നു, എല്ലാ പാട്ടും ഹിറ്റായിരുന്നു. അപ്പം നമുക്കൊരു പാട്ട് കൂടി കേൾക്കാം. അപ്പോ നമ്മുടെ പാട്ടുകാരൻ സജീവ് പഴമല മണിച്ചേട്ടന്റെ ഒരു പാട്ടുമായിട്ട് എത്തും. സജീവ്, നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമായെങ്കിൽ ഒരു ചെയിൻ സോങ് വേണമെങ്കിൽ നമുക്ക് ഇനിയും ഒരു 2 പാട്ടോടെ പോവാം. ഓക്കെ, അപ്പോ മണിച്ചേട്ടന്റെ പാട്ട്. സജീവ് പഴമല അല്ലേ? ഓക്കെ. സജീവ് നിങ്ങളൊപ്പം തന്നെ നേരത്തൊട്ടുള്ളതാണല്ലോ. ഒരു 4 വർഷം കൊണ്ട് സജീവ് കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ മാമ്പഴമാകട്ടേന്ന് എന്റെ പുന്നാരേ, മാമ്പഴമാകട്ടേന്ന്. കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ മാമ്പഴമാകട്ടേന്ന് എന്റെ പുന്നാരേ, മാമ്പഴമാകട്ടേന്ന്. കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ മാമ്പഴമാകട്ടേന്ന് എന്റെ പുന്നാരേ, മാമ്പഴമാകട്ടേന്ന്. മേൽപ്പുള്ള മിന്നുന്ന പവാട എത്ര ഞാൻ വാങ്ങി തന്നു എന്റെ പുന്നാരേ, എത്ര ഞാൻ വാങ്ങി തന്നു. വെള്ള മേൽപ്പുള്ള മിന്നുന്ന പവാട എത്ര ഞാൻ വാങ്ങി തന്നു എന്റെ പുന്നാരേ, എത്ര ഞാൻ വാങ്ങി തന്നു. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള മിങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ.
ചെമ്പല്ലി കരിമീ ചെമ്മീനേ പെണ്ണിന്റെ കുട്ടേല് നെയ്യുള്ള പിടയ്ക്കണ മീനാണ്ടേ ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള വികാരി പെണ്ണിനെ കണ്ടേ ഞാൻ ചെമ്പല്ലി കരിമീ ചെമ്മീനേ പെണ്ണിന്റെ കുട്ടേല് നെയ്യുള്ള പിടയ്ക്കണ മീനാണ്ടേ ആടണം പാടേണോ എനിക്കൊന്നു പാടിക്കുടിക്കേണോ ആടണം പാടേണോ എനിക്കൊന്നു ആടിക്കുഴകേണോ തെക്കണങ്ങേണോ എന്റെ കഥ നീയൊന്നു കേട്ടിടണോ എൻകൂടെ ജീവിക്കാൻ ആശയുള്ള പെണ്ണെ നീ കേട്ടിടണോ പച്ചമൻ അന്നത്ത പുന്നാര കൊണ്ടത്ത മുന്നലി പൂങ്കരലെ എന്നോ വന പുന്നാര പൂങ്കരലേ ഉച്ചയ്ക്കു നീ എന്റെ കൊച്ചു വാഴക്കപ്പിലൊന്നു പൂങ്കരലെ വന്നാലോ ഇങ്കഥ കപ്പിക്കാൻ ഞാൻ ആടണം പാടേണോ എനിക്കൊന്നു പാടിക്കുടിക്കേണോ തെക്കണങ്ങേണോ എന്റെ കഥ നീയൊന്നു കേട്ടിടണോ ആടണം പാടേണോ എനിക്കൊന്നു പാടിക്കുടിക്കേണോ തെക്കണങ്ങേണോ എന്റെ കഥ നീയൊന്നു കേട്ടിടണോ കുഞ്ഞിന്റെ അച്ഛനൊരു കച്ച വാങ്ങാൻ പോയി ആ കൊച്ചിയിലെ കൊച്ചലയിൽ തോണി മുങ്ങിപ്പോയി ആ കണ്ടിരുന്ന ചെമ്പരുത് റാഞ്ചി കൊണ്ടുപോയി അതെക്കുതെക്കൊരു തരിമണലിൽ കൊണ്ടുചെന്നു വെച്ചേ ആ കാർത്തികയൻ വളർത്തിയൊരു മൂത്ത മോളെ കാർത്തോ ആ കാർത്തു നിന്നേതോർത്തോ വിടന്നോർത്തു നോക്കടി കാർത്തോ ആ ഗുണ്ട്രവടി റോട്ടിലൊരു പാമ്പ് ആ ഗുണ്ട്രവടി റോട്ടിലൊരു പാമ്പ് ആ ജനനല്ല തണ്ടനല്ല മഞ്ഞ പാമ്പ് ആ ഇടക്കിട്ടൊക്കെ എന്നോട് മിണ്ടാൻ നിനക്കെന്താടി ചെയ്തോ ആ കാർത്തികയൻ വളർത്തിയോരു മൂത്ത മോളെ കാർത്തോ ആ മൂത്ത മോളെ കാർത്തോ താങ്ക് യു സോ മച്ച് എന്നാലും ഇവരുടെ ഈ പാട്ടുകൾ ഇങ്ങനെ രസകരമായിട്ട് പോയിക്കൊണ്ടിരിക്കാൻ നിർത്താൻ പറയാനും തോന്നുന്നില്ല. അപ്പൊ എങ്ങനെയാ ഈ നാടൻ പാട്ടുമായിട്ട് നിങ്ങൾ വേദിയിലെത്തുമ്പോൾ കൂടുതൽ ഡിമാൻഡ് വരുന്നത് മണിച്ചേണ്ട പാട്ടുകൾക്കാണോ? തീർച്ചയായിട്ടും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, മണിച്ചേണ്ട പാട്ടിൽ എപ്പോഴും ജനകീയ പാട്ടുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ തനത് പാട്ട് നമുക്കറിയാമല്ലോ, തനത് പാട്ടുകളുടെ എഴുത്തുപാട്ടുകൾ ശരിക്കും അതിന്റെ ഒരു സൃഷ്ടാവ് എന്ന് പറയുന്നത് മണിച്ചേരനാണ്. അതിനുശേഷം ധാരാളം എഴുത്തുപാട്ടുകൾ വന്നിട്ടുമുണ്ട്. അപ്പൊ എങ്കിൽ തന്നെയും നമ്മൾ നാടൻപാട്ട് വേദിയിലേക്ക് ആദ്യം ചെല്ലുമ്പോൾ തന്നെ ഒരു പാട്ട് പാടി കഴിയുമ്പോൾ തന്നെ അവിടെ നിന്ന് ശരിക്കും മറുപടി വരാറുണ്ട്, നിങ്ങൾ മണിച്ചേണ്ട പാട്ട് പാടും. അപ്പൊ അത്രത്തോളം മണിച്ചേണ്ട പാട്ടുകളാണ് എപ്പോഴും നമ്മൾ എത്ര പാട്ട് പാടിയാലും ശരി മണിച്ചേണ്ട പാട്ട് പാടുമ്പോഴാണ് അതിന്റെ പൂർണ്ണത ഉണ്ടാകുന്നത്. ആ നാടൻപാട്ട് വേദിയിൽ പൂർണ്ണത ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും മണിച്ചേണ്ട പാട്ട് പാടുമ്പോഴാണ്. മാത്രമല്ല ഒന്ന് ഇളക്കി പറിക്കാൻ കഴിയും അല്ലേ? തീർച്ചയായിട്ടും. അത് നേരത്തെ സുഹൃത്ത് പറഞ്ഞതുപോലെ തന്നെ അത് ഇപ്പോ സ്ലോയ പാട്ടായാലും ശരി, താളനിബദ്ധമായ പാട്ടായാലും ശരി, മണിച്ചേണ്ട പാട്ട് കേൾക്കുമ്പോൾ ജനം ഇളകും. അത് മെലഡി ആയാലും ശരി തന്നെ, അടിച്ചുപൊളി ആയാലും ശരി തന്നെ, അത് ഏത് പാട്ടായാലും മണിച്ചേണ്ട പാട്ട് പാടും. കാരണം പ്രത്യേകിച്ച് മണിച്ചേണ്ട അവസാനത്തെ പാട്ട് നമ്മൾ പറയുന്ന നേരെ പടിഞ്ഞാൽ ആ പാട്ടിന് പോലും ഒരു പ്രത്യേക വൈബ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് വേദികളിൽ. ഞാൻ പറയട്ടെ, നമ്മളിപ്പോ തന്നെ നാടൻ പാട്ടുകൾ പാടി നമുക്ക് മണിച്ചേണ്ട സിനിമയിൽ പാടിയെങ്കിലും ഒരു പാട്ട് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും കരുതിയിട്ടുണ്ടോ? പക്ഷേ ഉണ്ട്. പക്ഷേ അത് നമുക്കറിയാമല്ലോ, ഓർക്കസ്ട്രേഷൻ അതിൽ നിന്നുകൊണ്ട് നമുക്കൊരു പാട്ട്, അത് വരുത്തന്റെ ഒപ്പം വിളിച്ചാടിയ തങ്കം എന്നൊരു പാട്ടുണ്ട് മണിച്ചേടന്റെ. അപ്പൊ ആ പാട്ട് എന്റെ കുറച്ച് വരി സജീവ് പാടും. സജീവിനെ വീണ്ടും ക്ഷണിക്കുകയാണ്. കാരണം ഞങ്ങളുടെ മണിച്ചേടന്റെ പാട്ടുകാരൻ ശരിക്കും സജീവാണ്. വേദികളിൽ എപ്പോഴും മണിച്ചേട്ടന്റെ കൂടുതൽ പാട്ടുകൾ പാടുന്നത് സജീവാണ്. സജീവ് എന്താ മണിച്ചേട്ടന്റെ പാട്ടുകളോട് ഇത്ര കമ്പം? അത് സൗണ്ടിന്റെ ഒരു ഇതാണോ അതോ കമ്പം കൊണ്ടാണോ? കമ്പമാണ്, ജീവനാണ്. നേരിട്ട് കണ്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും മണിച്ചേട്ടനെ? കണ്ടിട്ടുണ്ട്. സംസാരിച്ചിട്ടില്ല. ഒരുപാട് ഓഡിയൻസിന്റെ വേക്കിൽ നിന്നാ കണ്ടിട്ടോ. പരിപാടിക്ക് കാണാൻ വന്നല്ലോ. പുള്ള പാട്ട് നേരിട്ട് കേട്ടു, ലൈവ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അപ്പൊ എന്ത് തോന്നി? നന്നായിരുന്നു, അടിപൊളി. അങ്ങനെയൊക്കെ ഇത് കാണാൻ പറ്റിയില്ല, എട്ടിപ്പിടിക്കാൻ പറ്റിയില്ലെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ അത് സാധിച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പാട്ടുകളിലൂടെ മണിച്ചേട്ടന് അതിനൊരു ഓർമ്മ. ഓക്കെ, തുടർച്ചയായി പാടുന്നതിന് കുഴപ്പമുണ്ടോ? ഇല്ല. ഓക്കെ.
കോഴിവണ്ടപ്പോൾ ചുചാടിയ തങ്കമ്മേ നിന്റെ പരക്കം പച്ചിലിനോട് കണ്ടിട്ടോടി തങ്കമ്മേ വരുത്തപ്പോൾ ചുചാടിയ തങ്കമ്മേ നിന്റെ പരക്കം പച്ചിലിനോട് കണ്ടിട്ടോടി തങ്കമ്മേ ഈ ആണിന്റെ മാനം കാക്കണതാരടി തങ്കമ്മോ ഇന്ന് വീട്ടിലിരിക്കണ പെണ്ണുങ്ങളാണടി തങ്കമ്മേ ഈ ആണിന്റെ മാനം കാക്കണതാരടി തങ്കമ്മോ ഇന്ന് വീട്ടിലിരിക്കണ പെണ്ണുങ്ങളാണടി തങ്കമ്മേ അവരുത്തപ്പോൾ ചുചാടിയ തങ്കമ്മേ നിന്റെ പരക്കം പച്ചിലിനോട് കണ്ടിട്ടോടി തങ്കമ്മേ വരുത്തപ്പോൾ ചുചാടിയ തങ്കമ്മേ നിന്റെ പരക്കം പച്ചിലിനോട് കണ്ടിട്ടോടി തങ്കമ്മേ ഉടുമ്പുമാസന്റെ പാട്ടു കേട്ടടി തങ്കമ്മോ നിന്റെ നടപ്പ് കണ്ട് ഞാൻ കിടുങ്ങി പോയടി തങ്കമ്മേ ഉടുമ്പുമാസന്റെ പാട്ടു കേട്ടടി തങ്കമ്മോ നിന്റെ നടപ്പ് കണ്ട് ഞാൻ കിടുങ്ങി പോയടി തങ്കമ്മേ ആ പട്ടി പിടിക്കല് കുട്ടിക്കല്ലടി തങ്കമ്മോ ഞാൻ കാര്യം പറയുമ്പോ മട്ടം പിടിക്കല്ലേ തങ്കമ്മേ ആ വയസ്സ നല്ലടി കിളവ നല്ലടി തങ്കമ്മോ ഇത് പളനിയാണ്ടവൻ കനിഞ്ഞതാണടി തങ്കമ്മേ ഞാൻ വയസ്സ നല്ലടി കിളവ നല്ലടി തങ്കമ്മോ ഇത് പളനിയാണ്ടവൻ കനിഞ്ഞതാണടി തങ്കമ്മേ അവർ കണ്ടപ്പോൾ ചുചാടിയ തങ്കമ്മേ എന്റെ പരക്കം പച്ചിലിനോട് കണ്ടിട്ടോടി തങ്കമ്മേ അവർ കണ്ടപ്പോൾ ചുചാടിയ തങ്കമ്മേ എന്റെ പരക്കം പച്ചിലിനോട് കണ്ടിട്ടോടി തങ്കമ്മേ ഈ എനിക്ക് തോന്നുന്നു നല്ല രസമുള്ള ഈ യുഗ്മഗാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അല്ലേ? തീർച്ചയായും ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ അദ്ദേഹം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പ്രദേശത്തെ കഥകള്, പ്രദേശത്തെ സ്ഥലം, ചാലക്കുടി അല്ലെങ്കിൽ പുഴ, ചാലക്കുടി ആറൊക്കെ അദ്ദേഹത്തിന്റെ ഒരുപാട് പാട്ടുകൾ തീർച്ചയായിട്ടും. പിന്നെ ചെറുപ്പകാലത്തുള്ള പട്ടിണിയൊക്കെ വളരെ രസകരമായിട്ട് പാട്ടുകളിലേക്ക് വന്നു. തീർച്ചയായും. ഓക്കെ, പിന്നെ എങ്ങനെ നിങ്ങളുടെ പ്രവർത്തനം കൂടി ഒന്ന് പറഞ്ഞു. ഈ ദൃശ്യവേദി ശരിക്കും തുടങ്ങിയിട്ട് 15 വർഷമായി. ഈ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ മുരിക്കുമ്പുഴ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരു സമിതിയാണ്. ഞങ്ങളും ഈ ദൃശ്യവേദി പാട്ടിനോടൊപ്പം തന്നെ ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന ഒരു സമിതി കൂടിയിട്ടാണ്. ഞങ്ങൾ പാട്ടുപാടി കിട്ടുന്ന തുകയിൽ നിന്നും ഒരു വിഹിതം മാറ്റിവെച്ചിട്ട് അർഹിക്കുന്ന ആൾക്കാർക്ക് അതിന്റെ ഒരു ഫലം എത്തിക്കാൻ ഞങ്ങൾ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. അതോടൊപ്പം അതുപോലെ തന്നെ ഞങ്ങൾക്കൊരു ഘോഷയാത്ര വിങ് കൂടിയുണ്ട്. ദൃശ്യ ആർട്സ് എന്നാണ് അതിന്റെ പേര്. ഒരു 10-30ഓളം കലാകാരന്മാരിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോ അറിയാലോ, നമ്മുടെ കലാകാരന്മാരുടെ ജീവിതമാർഗം ശരിക്കും ഈ കലാപ്രവർത്തനമാണ്. അപ്പോ ഒരു ഈ ഡിസംബർ മാസം മുതൽ മെയ് മാസം വരെ ഉള്ള ഒരു കാലയളവാണ് ശരിക്കും നമ്മളെ ഈ കലാപ്രവർത്തനത്തിലുള്ള വേദി. നമ്മുടെ ഒരു കഷ്ടപ്പെടലിന് ഫലം കിട്ടുന്ന ഒരു സമയം കൂടിയാണിത്. ഇന്നും പ്രോഗ്രാം ഉണ്ട്. നാറ്റികയിൽ നഗരൂർ എന്ന സ്ഥലത്താണ് പ്രോഗ്രാം. ഇന്നിപ്പോ ഉറക്കം കഷ്ടിയായിരിക്കും എങ്കിലും പക്ഷേ സത്യം ആ ഉറക്കം ഞങ്ങൾ അങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, ബോധരാവുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വലിയൊരു അവസരമാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു മണിച്ചേട്ടൻ ഓർമ്മയായിട്ട് 8 വർഷം പൂർത്തിയായെങ്കിൽ ഈ ഒരു ദിവസം ഞങ്ങൾ ഒരിക്കലും മറക്കത്തില്ല. കാരണം മണിച്ചേട്ട ആ ഓർമ്മ ദിനത്തിൽ പ്രേക്ഷകരോടൊപ്പം സംവദിക്കാനും കുറച്ച് പാട്ടുകൾ പാടാനും ഒപ്പം മണിച്ചേട്ടനെ ഓർത്തെടുക്കാനും പറ്റിയൊരു അവസരം, അതൊരു വലിയൊരു ഞങ്ങളുടെ ജീവിതത്തിലെ, ഞങ്ങളുടെ കലാകാരന്മാരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മുഹൂർത്തമായിട്ട് ഞങ്ങൾ കരുതിയാണ്. അതിന് അവസരം ഒരുക്കി തന്ന ന്യൂസ് 18 കേരളയോട് ഒരിക്കലും പറഞ്ഞിരിക്കാൻ പറ്റാത്ത കടപ്പാടുമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പൊ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പൊ നമ്മൾ നേരിടുന്നത്, കലാകാരന്മാർ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതായത് ഇപ്പോൾ 10 മണിക്ക് ശേഷം സൗണ്ട് സിസ്റ്റം പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ള ഒരു സർക്കാരിന്റെ ഒരു ഓർഡർ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും ആലപ്പുഴ ഭാഗങ്ങളിലൊക്കെ അത് വലിയൊരു രൂക്ഷമായിട്ട് ഞങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നമാണ്. അവിടെയൊക്കെ 9:45 പരിപാടി അവസാനിപ്പിക്കും, പൂർണ്ണമായി പരിപാടി അവതരിപ്പിക്കാൻ പറ്റാത്തൊരു സാഹചര്യം. നേരത്തെ തുടങ്ങിയപ്പോലെ പറ്റത്തില്ലല്ലോ. കാരണം ക്ഷേത്ര ചടങ്ങുകൾ കഴിയുമ്പോൾ ഏകദേശം 7 മണി കഴിയും. അപ്പൊ പിന്നെ അതിനുശേഷം കിട്ടുന്ന ഒരു ഫുൾ ഷോ നടക്കില്ല, ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. അപ്പം ഒരു ആൾക്കാർ ഒരു പ്രോഗ്രാം കണ്ട് വിലയിരുത്തിയിട്ടല്ല അടുത്ത പ്രോഗ്രാം ബുക്ക് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഫുൾ ഷോ കാണിക്കാൻ പറ്റാത്തത്തോളം നമ്മുടെ പ്രോഗ്രാം കുറിച്ച് അവരുടെ വിലയിരുത്തൽ അത്രത്തോളം ആയിരിക്കും. അപ്പൊ അതൊരു വലിയൊരു ബുദ്ധിമുട്ടാണ് നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഈ സ്റ്റേജ് പെർഫോം ചെയ്യുന്ന എല്ലാ കലാകാരന്മാരും നേരിടുന്ന പ്രശ്നമല്ല, നടന്മാർക്ക് മാത്രമല്ല സകലമായ കലാകാരന്മാരും നേരിടുന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് ഇത് സർക്കാർ തലത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ കലാകാരന്മാരുടെ ഒരു വിഷമം കൂടി മനസ്സിലാക്കിക്കൊണ്ട് ഈ ഉത്സവ കാലയളവിലെങ്കിലും ഒരു 11 മണി വരെയോ 12 മണി വരെയോ കെട്ടിയിരുന്നെങ്കിൽ സത്യമായിട്ട് കലാകാരന്മാർക്ക് വലിയൊരു സഹായമാകുമായിരുന്നു. ഒരു ചാനൽ വന്നിരുന്നത് കൊണ്ട്
മാത്രം ഞാൻ ഉറപ്പായിട്ടും നമ്മുടെ അവസ്ഥ അറിയിക്കാനുള്ള നമ്മുടെ ഭാഗത്ത് നിന്നുള്ളത് അറിയിക്കാം അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. നമുക്ക് അതിവേഗത്തിൽ ഈ പറഞ്ഞ പോലെ ഒരു പാട്ടും ഒരു ചെയിൻ സോങ്ങിലേക്ക് പോകാം. അപ്പൊ 2 പാട്ടിന്റെ സമയമുള്ളൂ. കറക്റ്റ് 10 മിനിറ്റ് ഉള്ളൂ എന്നിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നു. അപ്പൊ അടുത്തൊരു പാട്ട് ഏതാണ്? അടുത്ത പാട്ട് നമുക്ക് കുമാർ തച്ചോണം ഒരു പാട്ട് കൂടി പാടും, എന്നിട്ടൊരു നമുക്ക് ചെയിൻ സോങ്. കുമാറിന്റെ പാട്ട് ചെയിൻ സോങ് പോ. കുമാറാണ് നമ്മുടെ ഇവിടുത്തെ ഇന്നത്തെ എന്താ പറയാ ഭാവഗായകൻ, ദൃശ്യവിധിയുടെ ഭാവഗായകനാണ് അല്ലേ? തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പാട്ട് ഒരു ലൈഫുള്ള പാട്ടാണ്. അദ്ദേഹത്തിന്റെ പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും, അത് പ്രേക്ഷകർക്കും അങ്ങനെയാണ്. പിന്നെ ഇങ്ങനെ നിന്ന് പാടുന്നെങ്കിലും അസാധ്യ പെർഫോമർ കൂടിയാണ്. ഓഡിയൻസിന്റെ ഇടയിലൊക്കെ ഇറങ്ങി പെർഫോം ചെയ്യാൻ മിടുക്കനാണ്. ഇവിടെ ഓഡിയൻസിൽ ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ കുമാറെ ഉമ്പായി കുച്ചാണ്ട് പാടം കത്തണുമാ വഴല പൊട്ടിച്ച് പാപ്പണ്ടാക്കണുമാ ഉമ്പായി കുച്ചാണ്ട് എന്റെ പാണം കത്തണുമാ വഴല പൊട്ടിച്ച് പാപ്പണ്ടാക്കണുമാ വയറു കത്യാലി എന്റെ കൊടല് കത്തണുമാ കാണാൻ പെടഞ്ഞിട്ട് ഓണം പഴാക്കണമ്മാ അത്തം കഴിഞ്ഞാലോ പിന്നെ ഓണം വരുമെന്ന് ഇന്നിടി നാളായി അച്ഛൻ കുഞ്ചി പറയാറില്ലേ എന്റെ പാടകത്തണമാ വഴല പൊട്ടിച്ച് പാപ്പണ്ടാക്കണമാ കുച്ചാണ്ട് എന്റെ പാടകത്തണമാ വഴല പൊട്ടിച്ച് പാപ്പണ്ടാക്കണമാ ഞാനൊരു പൂക്കളിട്ടു കാലത്തിന്റെ അമ്മയും പൂക്കളിട്ടു അച്ഛൻ വന്നപ്പോൾ വൈകുന്നേരം വാളൊരു പൂക്കളിട്ടു അച്ഛൻ വന്നില്ലേ അമ്മേ അത്തായം വന്നില്ലേ അത്തായം കുച്ചാണ്ട് പാണം കത്തണുമാ അച്ഛൻ വന്നപ്പോൾ അച്ഛന്റെ മോളിൽ കിണുന്നുണ്ട് എന്തിനടി മോളെ തല തല്ലി കരയണത് പാടകത്തണുമാ വഴല പൊട്ടിച്ച് പാപ്പണ്ടാക്കണമാ കുച്ചാണ്ട് എന്റെ പാടകത്തണുമാ വഴല പൊട്ടിച്ച് പാപ്പണ്ടാക്കണമാ ചോറ് ചോച്ചപ്പോ അമ്മ കീറ് തന്നോ കീറ് കിട്ടിപ്പോ എന്റെ പ്രാണം പോയച്ചോ അച്ഛന് വേണ്ടേടി നിനക്ക് അത്തായം വേണ്ടേടി അത്തായം വേണ്ടെനിക്ക് പൊന്നേ എന്റെ അച്ഛന മാത്രം മതി ഉമ്പായി കുച്ചാണ്ട് എന്റെ പാണം കത്തണുമാ വഴല പൊട്ടിച്ച് പാപ്പണ്ടാക്കണുമാ പോലെ ആ അവസാനത്തെ ഒരു ഫീലില്ലേ, അത് ഈ പാട്ടിന്റെ ലിറിക്സ് അതിന്റെ കഥ അറിയാവോ? വ്യക്തമായിട്ട് എനിക്ക് കറക്റ്റ് അറിയില്ല, പക്ഷെ എന്നാലും ആ പാട്ടിന്റെ വരികളുടെ ഒരു അർത്ഥം മനസ്സിലാക്കി ഫീൽ ഉള്ളിൽ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്തിലെ ഒരു കഷ്ടതയും അതിനെല്ലാം പ്രകടമാക്കുന്ന ഒരു പാട്ടിൽ പലപ്പോഴും കലാഭവൻ മണി ആ പാട്ട് പാടുമ്പോൾ ഇങ്ങനെ കണ്ണു നിറയുന്ന കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും മണിയുടെ ഈ പാട്ടിന്റെ എല്ലാ വീഡിയോസിലും ആ ഒരു ഇതുണ്ട് സംഭവം കണ്ണെന്ന്. കാരണം ഇമോഷണൽ ആയിട്ട് മണി ആ പാട്ട് പാടുന്നത്, ഏറ്റവും എസ്പെഷ്യലി ലാസ്റ്റ് അവസാന പോർഷൻ ആ ഒരു ഫീൽ കിട്ടിയപ്പോഴാണ് ഓടി വന്നത്. വിശപ്പിന്റെ വേദന. അതെ അതെ, എല്ലാ ഫീല്. താങ്ക് യു സോ മച്ച്. അപ്പൊ ഏതായാലും ബൈജേട്ടാ ഈ പറഞ്ഞ പോലെ കുമാറിന്റെ പാട്ട് ഈ പറഞ്ഞ പോലെ എല്ലാ മണി ഫാൻസിനും ഒരു ഇമോഷണൽ ഫീൽ ഉണ്ടാക്കുമെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ അച്ഛന്റെ ഓർമ്മകളാണ് ശരിക്കും ആ പാട്ടിലുള്ളത്. പിന്നെ പട്ടിണിയുണ്ട്. അതെ, പട്ടിണിയുണ്ട്, വിശപ്പിന്റെ വേദന നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണത്. കാരണം അത് ശരിക്കും തിരിച്ചറിയുന്ന ഒരു കലാകാരനായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് ആണ് അത്തരത്തിലുള്ള പാട്ടുകൾ അദ്ദേഹം കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. അത് ഹൃദയസ്പർശിയായിട്ട് അദ്ദേഹത്തിന്റെ പാട്ടുകൾ അവതരിപ്പിച്ചിട്ടുമുണ്ട്. ആ ഒരു ഫീൽഡിലേക്ക് പോയി. അവിടെ നമ്മൾ വീണ്ടും ആ വൈബിലേക്ക് മടങ്ങിയത്. എന്തായാലും കലാഭവൻ മണി എന്ന അതുല്യ കലാകാരൻ 2016 മാർച്ച് 6 നമ്മളെ വിട്ട് പോകുമ്പോൾ അത്
ഒരുപക്ഷെ ചാലക്കുടി എന്ന് പറയുന്ന കൊച്ചു പ്രദേശത്തെ ഇങ്ങനെ ഒരു പൂഴി വാരി എറിഞ്ഞാൽ നിരത്തി വീഴാൻ പറ്റാത്ത തരത്തിൽ ആളുകളെ കൊണ്ട് നിറച്ച് എത്തിക്കാൻ കഴിഞ്ഞത് അതിന്റെ കാരണം എന്താണ്? കലാഭവനി എന്ന് പറയുന്ന ആ നടന് ലഭിച്ച സ്വീകാര്യതയാണ്. ആ നടൻ അത് ചിലർക്ക് ജ്യേഷ്ഠനും അല്ലെങ്കിൽ തൊട്ട് അയലത്തെ പയ്യനോ അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് വികാരങ്ങൾ, മകന്റെ വാത്സല്യം, അങ്ങനെ പല രീതിയിലുള്ള വാത്സല്യമാണ് പ്രകടമാക്കുന്നത് കലാഭവൻ മണിയോട്. അപ്പൊ ആ മണിയുടെ ഓർമ്മയിലാണ് മോർണിംഗ് വൈബ്സ് ഇന്ന് രാവിലെ ചേർന്നത്. നമ്മോടൊപ്പം ദൃശ്യവേദിയാണ് ചേർന്നത്. തിരുവനന്തപുരത്തെ കലാസംഘമാണ്, കൂട്ടായ്മയാണ്. അവരുടെ പ്രവർത്തനങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരുപാട് സന്തോഷം. ഒരിക്കൽ കൂടി ഞാൻ നന്ദി രേഖപ്പെടുത്തിയാണ് ദൃശ്യവേദിയുടെ പ്രവർത്തകരോട് ഇത്രയും സമയം നമ്മോടൊപ്പം പങ്കുവച്ചതിനൊപ്പം യാക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെ എല്ലാ ജീവനക്കാരോടും നന്ദി അറിയിക്കുന്നു. നമുക്ക് ലാസ്റ്റ് ചെയിൻ സോങ്ങിലേക്ക് പോയാലോ ചേട്ടാ? തീർച്ചയായിട്ടും അതിലേക്ക് പോകുന്ന ഒരു കാര്യം കൂടി പറഞ്ഞോളൂ. മറ്റൊന്നുമല്ല, ഇന്നിപ്പോ ഇവിടെ ഞങ്ങൾ വന്നിരിക്കാൻ കാരണവും ഞങ്ങൾ ഈ 10-15 വർഷം കൊണ്ട് ഈ സമിതി ചെയ്യാൻ കാരണമൊക്കെ അതിന് പിന്നിൽ ഒരാൾ കൂടി ഒരു വല്ലാത്തൊരു പരിശ്രമം കൂടിയുണ്ട്. അത് മറ്റാരുമല്ല, എന്റെ പാർട്ണർ കൂടിയായിട്ടുള്ള എന്റെ ചേച്ചിയാണ്. അനിത മുരുക്കുമ്പഴ എന്നാണ് ചേച്ചിയുടെ പേര്. അപ്പൊ ചേച്ചിയുടെ കൂടെ ഒരു പരിശ്രമമാണ് ഇന്ന് നമ്മളിങ്ങനെ ഒരു സംഘമായിട്ട് മാറാനും. ചേച്ചി വീട്ടിലാണ്, ഇന്ന് വരാൻ വേണ്ടി ഇരുന്നതാണ്. കാണുന്നുണ്ടായിരിക്കാം. ചേച്ചി എന്നാലും എല്ലാവിധ അഭിനന്ദനങ്ങളും. അടിപൊളിയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ആ ഒരു ഇതുകൂടി ഞാൻ അറിയിക്കുകയാണ്. അപ്പൊ ഞങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ പരിശ്രമമാണ്. പിന്നെ അറിയാലോ, ഈ ഒരു സംഘത്തിൽ ഒരു സമിതിയിൽ 10-12 വർഷമായിട്ട് ആർട്ടിസ്റ്റുകൾ നിൽക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബം പോലെ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മ, ഒരു സ്നേഹ കൂട്ടായ്മയാണ് ദൃശ്യവേദി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ തന്നെ അവര് ഉറക്കം പോലും കളഞ്ഞ് ഇവിടേക്ക് വന്നത് ആ ഒരു കമ്മിറ്റ്മെന്റ്, ഒരു പ്രതിഫലം പോലും അങ്ങനത്തെ പ്രതിഫലിച്ച പോലും ഇല്ലാതെ കേട്ടോ നമ്മൾ മണിയുടെ ഓർമ്മകളുമായിട്ട് ഇവർ ചേരാൻ സമ്മതിച്ചത്. അപ്പോൾ ആ ഒരു കമ്മിറ്റ്മെന്റിന് എന്റെ കൂട്ടുകാർക്ക് ഒരു നന്ദിയും കൂടി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ് എല്ലാവരും. ഉറപ്പായിട്ടും. ഇനി നമുക്ക് അവസാന പാട്ടിലേക്ക് നമുക്ക് ലാസ്റ്റ് ചെയിൻ സോങ്ങിലേക്ക് പോയാലോ? എല്ലാവരും ഫുൾ എനർജി അല്ലേ? ഓക്കെ. ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും തിരുവനന്തപുരം ദൃശ്യവേദിക്കുള്ള സ്നേഹവും നന്ദിയും കടപ്പം. ഞങ്ങൾ ഇത്ര നേരം ശ്രമിച്ചതിന്, ഞങ്ങളുടെ പാട്ടുകൾ കേട്ടതിന്, അത് ഉൾക്കൊണ്ടതിന് എല്ലാത്തിനും ഞങ്ങളുടെ നന്ദി സ്നേഹം ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകരും. അതോടൊപ്പം നല്ലൊരു ദിവസം ആശംസിക്കുന്നു. മനുഷ്യന്റെ ഓർമ്മകൾ ഇനി എല്ലായിടത്തേക്കും പരക്കട്ടെ എന്ന് കൂടി പ്രത്യാശിച്ചുകൊണ്ട് അവസാന പാട്ടിലേക്ക് പോവുകയാണ്. ഒരുപാട് നന്ദി. ആലത്തൂരങ്ങാടിയിൽ പോയി വരുമ്പോ ആകാശം തൊട്ടു കാലോടുന്ന ഒരാൽമരം കണ്ടേ ഞാൻ, അലിപ്പഴം പൂത്ത് നിറഞ്ഞത് കണ്ണാലെ കണ്ടേ ഞാൻ. ആലത്തൂരങ്ങാടിയിൽ പോയി വരുമ്പോ ആകാശം തൊട്ടു കാലോടുന്ന ഒരാൽമരം കണ്ടേ ഞാൻ, അലിപ്പഴം പൂത്ത് നിറഞ്ഞത് കണ്ണാലെ കണ്ടേ ഞാൻ. ആലത്തൂരങ്ങാടിയിൽ പോയി വരുമ്പോ ആകാശം തൊട്ടു ഒരാൽമരം കണ്ടേ ഞാൻ, അലിപ്പഴമ്പൂത്ത് നിറഞ്ഞത് കണ്ണാലെ കണ്ടേ ഞാൻ. അതിന്റെ മുമ്പത്ത് കണ്ടൊരു മാവുന്ന ചക്ക, ഉണയല്ലാ ചങ്ങാതി ഞാൻ നേരിട്ട് കണ്ടെന്നേ, ഉണയല്ലാ ചങ്ങാതി ഞാൻ നേരിട്ട് കണ്ടെന്നേ. പോയി വരുമ്പോ ആകാശം തൊട്ട് തലോടുന്ന കണ്ടേ ഞാൻ, അലിപ്പഴമ്പൂത്ത് നിറഞ്ഞത് കണ്ണാലെ കണ്ടേ ഞാൻ. ആറാട്ടുപൂരം കഴിഞ്ഞു മടങ്ങി വരുമ്പോ കുടിയാന കുത്തി തഞ്ചാറാതു മരിച്ചെന്നേ, അനയെ തളയ്ക്കാനാവാതാക വലഞ്ഞെന്നേ. ആലത്തൂരങ്ങാടിയിൽ പോയി വരുമ്പോ ആകാശം തൊട്ട് തലോടുന്ന കണ്ണാലെ കണ്ടേ ഞാൻ, അലിപ്പഴമ്പൂത്ത് നിറഞ്ഞത് കണ്ണാലെ കണ്ടേ ഞാൻ. പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് കല്ലും കുടിച്ച് എന്റെ മോളെ കഷ്ടത്തിലാക്കല്ല വേലായിടാ, എന്റെ മോളെ കഷ്ടത്തിലാക്കല്ല വേലായിടാ. പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് കല്ലും കുടിച്ച് എന്റെ മോളെ കഷ്ടത്തിലാക്കല്ല വേലായിടാ, എന്റെ മോളെ കഷ്ടത്തിലാക്കല്ല വേലായിടാ. ആ കെട്ടിയ പെണ്ണിനെ കഞ്ഞി കൊടുക്കാൻ പറ്റാത്തോണെന്തിന് പണി ചെയ്തു, കല്യാണം കുട്ടികളെല്ലട വേലായതോ, കല്യാണം കുട്ടികളെല്ലട വേലായതോ. പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് കല്ലും കുടിച്ച് എന്റെ മോളെ കഷ്ടത്തിലാക്കല്ല വേലായതോ, എന്റെ മോളെ കഷ്ടത്തിലാക്കല്ല വേലായതോ. എനിക്കുമുണ്ടേ അങ്ങേ വീട്ടിൽ ഇഷ്ടത്തിലുള്ളൊരു പെണ്ണൊരുത്തി, കിളിയും തോറ്റു പോകണ പൊന്നഴകുള്ളൊരു പെണ്ണൊരുത്തി, പൊന്നഴകുള്ളൊരു പെണ്ണൊരുത്തി. എനിക്കുമുണ്ടേ അങ്ങേ വീട്ടിൽ ഇഷ്ടത്തിലുള്ളൊരു പെണ്ണൊരുത്തി, നല്ല കിളിയും തോറ്റു പോകണ പൊന്നഴകുള്ളൊരു പെണ്ണൊരുത്തി,
പൊന്നഴകുള്ളൊരു പെണ്ണൊരുത്തി മനത്തെ വെള്ളി നിലാവിന്റെ വെട്ടം മുഴുവനുമുള്ള മുഖമാണ് മനത്തെ വെള്ളി നിലാവിന്റെ വെട്ടം മുഴുവനുമുള്ള മുഖമാണ് മറയത്തിരിക്കണമാനാണ് നല്ല തങ്കം കടഞ്ഞുള്ള മയ്യാണ് മറയത്തിരിക്കണമാനാണ് നല്ല തങ്കം കടഞ്ഞുള്ള മയ്യാണ് എനിക്കുമുണ്ടേ അങ്ങേ വീട്ടിൽ ഇഷ്ടത്തിലുള്ളൊരു പെണ്ണൊരുത്തി മഞ്ഞക്കിളിയും നോറ്റു പോകണം പൊന്നഴകുള്ളൊരു പെണ്ണൊരുത്തി പൊന്നഴകുള്ളൊരു പെണ്ണൊരുത്തി ഒരുത്തന്റെ തോളിച്ചു ചാടിയ തങ്കമ്മേ നിന്റെ പരക്കം പച്ചിൽ നൂറുക്കും കിട്ടുടി തങ്കമ്മേ ഒരുത്തന്റെ തോളിച്ചു ചാടിയ തങ്കമ്മേ നിന്റെ പരക്കം പച്ചിൽ നൂറുക്കും കിട്ടുടി തങ്കമ്മേ ഈ ആണിന്റെ മാനം കാക്കണതാടി തങ്കമ്മോ വീട്ടിലിരിക്കണ പെണ്ണുങ്ങളാണടി തങ്കമ്മേ ഈ ആണിന്റെ മാനം കാക്കണതാടി തങ്കമ്മോ വീട്ടിലിരിക്കണ പെണ്ണുങ്ങളാണടി തങ്കമ്മേ വരുത്തന്റെ പോളിച്ചു ചാടിയ തങ്കമ്മേ നിന്റെ പരക്കം പച്ചിൽ നൂറുക്കും കിട്ടുടി തങ്കമ്മേ വരുത്തന്റെ പോളിച്ചു ചാടിയ തങ്കമ്മേ നിന്റെ പരക്കം പച്ചിൽ നൂറുക്കും കിട്ടുടി തങ്കമ്മേ കുഞ്ഞുനാൾ ചെറുപ്പത്തിൽ എന്റെടിയന്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി നിന്റെ അച്ഛനുള്ളൊരു കാലത്തിലല്ലടി എന്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി കുഞ്ഞുനാൾ ചെറുപ്പത്തിൽ എന്റെടിയന്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി നിന്റെ അച്ഛനുള്ളൊരു കാലത്തിലല്ലടി എന്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി ആ പിച്ച നടക്കണ കാലത്ത് എന്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി നിന്റെ അച്ഛനുള്ളൊരു കാലത്തിലല്ലടി എന്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി കുഞ്ഞുനാൾ ചെറുപ്പത്തിലല്ലടി എന്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി നിന്റെ അച്ഛനുള്ളൊരു കാലത്തിലല്ലടി എന്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി ആ കൊച്ചു മുറങ്ങളിൽ നെയ്യുമ്പോൾ എന്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി നിന്റെ അച്ഛനുള്ളൊരു കാലത്തിലല്ലടി എന്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി ആ കുഞ്ഞുനാൾ ചെറുപ്പത്തിലല്ലടി എന്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി നിന്റെ അച്ഛനുള്ളൊരു കാലത്തിലല്ലടി എന്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി ആ കുഞ്ഞുനാൾ ചെറുപ്പത്തിലല്ലടി എന്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി നിന്റെ അച്ഛനുള്ളൊരു കാലത്തിലല്ലടി എന്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി ആ കുഞ്ഞുനാൾ ചെറുപ്പത്തിലല്ലടി എന്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി നിന്റെ അച്ഛനുള്ളൊരു കാലത്തിലല്ലടി എന്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി ആ പിച്ച നടക്കണ കാലത്ത് എന്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി നിന്റെ അച്ഛനുള്ളൊരു കാലത്തിലല്ലടി എന്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി കുഞ്ഞുനാൾ ചെറുപ്പത്തിലല്ലടി എന്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി നിന്റെ അച്ഛനുള്ളൊരു കാലത്തിലല്ലടി എന്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി തങ്കമണ്ണക്കില്ല തവളയ്ക്ക് പല്ലില്ല തക്കയില മൂസയ്ക്ക് രണ്ട് പല്ലി മുറുക്കിട്ടില്ല ഉപ്പ് മുളകില്ല ഉലകിലെ മാരികൾ കറ്റമില്ല ഉത്രാടത്തിൽ വന്ന പത്രണം കാരണം ഈ കൊല്ലം പെരുന്നാൾ വൈകി വന്നേ കുട്ടിക്ക് പമ്പരം ചോദിച്ചൊരുത്തരും ഉണ്ടാക്കി നല്ലൊരു പാതു തങ്കമണ്ണക്കില്ല തവളയ്ക്ക് പല്ലില്ല തക്കയില മൂസയ്ക്ക് രണ്ട് പല്ലി മുറുക്കിട്ടില്ല ഉപ്പ് മുളകില്ല ഉലകിലെ മാരികൾ കറ്റമില്ല കൊട്ടപ്പം കൊട്ടാങ്ങില്ലേ വേലപ്പം വിളിയങ്ങില്ലേ ഏലൂരിൽ കുഞ്ഞിക്കണ്ണൻ കുഞ്ഞാങ്ങളെ ഒരു നല്ലൊരു അങ്ങിളമാര് പാടിത്തരൂ വാങ്ങി ഒരു നല്ലൊരു പെങ്ങന്മാരെ നാടിത്തരാ ഇന്ന് പോവണ്ടങ്ങിലെ നാളെ പോവണ്ടങ്ങിലെ ഇന്നത്തോടന്തി ഇറങ്ങിട്ട് നാളെ പോകാ താനന്നേ താനതന്നേ താനതന്നേ താനന്നേ താനതന്നേ താനന്നേ താനതന്നേ ഓ താനാതന്നേ താനാതന്നേ താനാനൻ ഓ താനന്നേ താനന്നേ താനാതന്നേ ഓ താനാതന്നേ താനന്നേ താനാതന്നേ താനന്നേ താനാതന്നേ ഓ താനാതന്നേ 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 ഓ താനന്നേ ചൂണുള്ളി ചുവന്ന പെണ്ണേ റോസപ്പൂ പൂത്ത പോലെ അലുവ ചന്തയ്ക്ക് വന്ന
ഞാൻ നിനക്ക് മല്ലികപ്പൂ വാങ്ങിത്തരാം വാങ്ങിത്തരാം ഒന്നും രണ്ടും കല്ല് വാങ്ങിച്ച് ആ കല്ല് വച്ച് ഒക്കുത്തിയിട്ടവന്റെ ഒക്കല്ലൂർക്ക് വന്നാൽ ഞാൻ നിനക്ക് മല്ലികപ്പൂ വാങ്ങിത്തരാം വാങ്ങിത്തരാം വാങ്ങിക്കോളാൻ തന്നെ നിന്ന് വാങ്ങിച്ചോരു വെള്ളമാ ഒന്നു രണ്ടു മാറ്റിക്കൊണ്ട് ഓടുമോരു ജലമാ വാങ്ങിക്കോളാൻ തന്നെ നിന്ന് വാങ്ങിച്ചോരു വെള്ളമാ ഒന്നു രണ്ടു മാറ്റിക്കൊണ്ട് ഓടുമോരു ജലമാരെ ആനിന്റേതാരാണേ ഓരാണേ ആനിന്റേതാരാണേ ആനിന്റേതാരാണേ ഓരാണേ രാമേ രാമേ ഓരാണേ കുട്ടനാടൻ പുഞ്ചയിലേ കൊച്ചു തന്നെ കുട്ടു വേണം കൂടൽ വേണം കൂരാത വേണം വരണക്കാരാണു വേണം കോടി തോരണങ്ങൾ വേണം വിജയശ്രീ ലാളിതരായി വരുന്നു ഞങ്ങൾ ആ പൊന്നുകൊണ്ടുമുള്ള ചർത്തി നിന്നുകൊണ്ടു വാങ്ങി കെട്ടി അരുന്തുവോ ചുണ്ടൻ വെള്ളം പറന്നിറങ്ങി വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു മോർണിംഗ് വൈബ്സിന് ഇവിടെ സമയം അവസാനിപ്പിക്കുകയാണ്. ആക്ച്വലി നിങ്ങൾ പാട്ടിൽ നിർത്തണമെന്ന് പറയാൻ തോന്നിയില്ല, പക്ഷേ സമയം കൊണ്ടാണ് 8:30 വരെയാണ് നമ്മുടെ സമയം. ഇത്രയും നീണ്ടുപോയത് ആദ്യമായിട്ട് ഇവിടെ മോർണിംഗ് വൈബ്സ്. അപ്പൊ ഒരുപാട് സന്തോഷം. ദൃശ്യവേദിക്കുള്ള നന്ദി അറിയിക്കുന്നു. എല്ലാവരും ഗംഭീര ചെയ്തു. അജേഷ് താങ്ക് യു സോ മച്ച്. അപ്പം ബൈച്ചടാ താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവരോടും കേട്ടോ പേരെടുത്ത് പറയുന്നില്ല. അപ്പോൾ എന്തായാലും കലാഭവനിയുടെ പാട്ടോർമ്മകൾ കലാഭവനിയുടെ ഓർമ്മകളും ഒക്കെ ആയിട്ടാണ് മോർണിംഗ് വൈബ്സ് ചേർന്നത്. അതിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു അഞ്ജലിയായി അദ്ദേഹത്തിന് ഞങ്ങളിത് സമർപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ വീണ്ടും മറ്റൊരു വിശേഷവും അതിഥിയുമായി മോർണിംഗ് വൈബ്സ് നാളെ ചേരും. ഇതിപ്പോ വൈൻഡപ്പ് ചെയ്യുന്നു. ബൈ ബൈ.